السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോട് കൂടി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഹദീസുകൾ വെച്ചുകൊണ്ട് പഠിക്കുന്ന തുടർ പഠന ക്ലാസ്സാണിത്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ഫളലുകളും, എത്രത്തോളം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം നമസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമായി നിശ്ചയിച്ചത് നമസ്കാരമാണ്. ഇസ്ലാം കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള 5 കാര്യങ്ങൾ, അതിനു പുറമെ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ഒട്ടനേകം കാര്യങ്ങൾ, ഇതിലൊന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ കാഫിറായി പോകുന്ന പ്രശ്നമില്ല. മറിച്ച് എന്നാൽ നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേര് മാപ്പിളയുടെ പേരായിട്ട് കാര്യമില്ല, അവൻ കാഫിറാണ്. പരലോകത്ത് ഒന്നാമതായി വിചാരണക്ക് എടുക്കപ്പെടുന്ന നമസ്കാരമാണ് എന്നും അത് ക്ലിയറായാൽ അവൻ രക്ഷപ്പെട്ടു എന്നും അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവൻ്റെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണെങ്കിൽ അവനും രക്ഷപ്പെട്ടു എന്നും ഉള്ള ഹദീസൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചതിന് ശേഷം ഒദു എങ്ങനെയാണ്, നമസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ഒദു ആണ്. ഒദു ഇല്ലാത്തവന് നിസ്കാരമില്ല. ഒദുവിൻ്റെ രൂപം പഠിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്തിനാണ് നമസ്കാരം? അള്ളാഹുവിനെ ഓർക്കാനാണ്. അള്ളാഹുവിൻ്റെ ദിക്റാണ് നമസ്കാരം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുൻഗാമികളായ പ്രവാചകന്മാർക്ക് നിസ്കാരമുണ്ട്. വ അഖിമിസ്സലാത്ത ലിദിക്രി, സൂറത്ത് ത്വാഹയിലൂടെ, ത്വാഹയുടെ തുടക്കത്തിൽ
അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണം. അപ്പോൾ അള്ളാഹിനെ ഓർമ്മ പുതുക്കാനും അള്ളാഹിനെ ഓർക്കാനും വേണ്ടിയിട്ടാണ് നിസ്കാരം. എന്നാൽ പലപ്പോഴും നിസ്കരിക്കാൻ കൈയെട്ടിയിട്ടുണ്ടെങ്കിൽ ഉള്ള ഓർമ്മയും കൂടി പോവുകയാണ്. കടം കൊടുത്തതും കടം വാങ്ങിയതും, രണ്ടാൾ തമ്മിൽ വർത്താനുണ്ടായി, ഏട്ടത്തിയും അഞ്ചത്തിയും അല്ലെങ്കിൽ ഇളച്ചും മൂത്തച്ചിയും, അപ്പോൾ 4 വർത്താനം പറയേണ്ട പോയിൻ്റൊക്കെ നിസ്കാരത്തിലാണ് കിട്ടുക കൂടിയും പറയായിരുന്നു. അല്ലെങ്കിൽ ദുനിയാവിൻ്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, മറന്നുപോയ എന്തൊക്കെ സംഗതികളുണ്ടോ, അതൊക്കെ നിസ്കാരത്തിൽ കൃത്യമായി ഓർമ്മ ഉണ്ടാവും. ഒരു പേനും പേപ്പറും വെക്കണമെങ്കിൽ ആ 4 റക്കാത്തിൻ്റെ അല്ലെങ്കിൽ 2 റക്കാത്തിൻ്റെ ഉള്ളിൽ 4 പേജ് എഴുതാണ്ടാവും. അപ്പോൾ ഇത്രത്തോളം മനുഷ്യനെ അങ്ങോട്ട് പിടിച്ചു വലിക്കണം. കാരണം എന്താ പറയുക, ശൈത്താൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ നിന്നും തെറ്റിക്കാനാണ്. ഇത് ക്ലിയർ അല്ലെങ്കിൽ ഓൻ്റെ അജണ്ട പൂർത്തിയായി. അവൻ എന്തിനാണോ ഇവിടെ വന്നത്, അല്ലെങ്കിൽ അവൻ എന്താണോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നരകത്തിലേക്ക് എത്തിക്കലാണ്. അവരുടെ സന്മാർഗപാതയിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. അവരുടെ ശൈത്താൻ അവരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞല്ലോ, അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും ഞാൻ അവനെ സമീപിക്കും. മുമ്പിലൂടെ പോയി വെക്കും, കിട്ടണില്ലെങ്കിൽ ഇടത്തിലൂടെ പോയി വെക്കും, അല്ലെങ്കിൽ വലത്തിലൂടെ പോയി വെക്കും, അല്ലെങ്കിൽ ബാക്കിലൂടെ പോയി വെക്കും. എൻ്റെ ജോലി അതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശൈത്താൻ ശബ്ദം പറഞ്ഞ വിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ശൈത്താൻ വരും. എന്നിട്ട് ചോദ്യം പറയും, ഉദ്കുർ കഥ, അത് ഓർത്തോക്ക്, ഉദ്കുർ കഥ, ഇതൊന്ന് ഓർത്തോക്ക്. പുതിയ ഓർമ്മകൾ കൊണ്ടുവരികയാണ് അവന്. ഇങ്ങനെ മനുഷ്യന്റെ നിസ്കാരത്തിൽ നിന്നും അവന് തെറ്റിക്കുന്നു. നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കാതിരിക്കും. ഇമാമിൻ്റെ കൂടെ ഇങ്ങനെ പോത്തിന് മുമ്പൊരു പോത്ത് പോകുമ്പോൾ ബാക്കിയുള്ള പോത്തുകളൊക്കെ പോകുന്ന പോലെ അങ്ങനെ പോവുകയാണ്. സാധാരണ പറയാറുണ്ട്, അവസാനം നിസ്കാരം കഴിഞ്ഞ് ഇമാമ് സലാം വീട്ടിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറഞ്ഞപ്പോൾ എണീറ്റ് കൈയെടുത്തു എന്നാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിലാന്ന് ഓർമ്മയില്ല. ഇക്കോലത്തിൽ ഒരു യാന്ത്രികമായ പ്രവർത്തനമായി കഴിഞ്ഞു. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ ചൊല്ലിപ്പറയുന്ന ആയത്തുകളുടെയും ഹദീസുകളുടെയും പ്രാർത്ഥനകളുടെയും ദിക്റുടെയും അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് ശരിക്കും ഒരു മനുഷ്യൻ തൻ്റെ റസൂൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 5 വക്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരം നദിയിൽ കുളിക്കുന്നതിനെ പോലെയാണ്. ഒരു കേടും ഉണ്ടാവില്ല, ഒരു അഴുക്കുണ്ടാവില്ല, എല്ലാം ഫിൽട്ടർ ചെയ്ത് പോരേണ്ട നമസ്കാരം ഇക്കോലത്തിൽ ഒരു പ്രഹസനമായി മാറുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നത് ശരിക്കും കൃത്യമായി പഠിക്കാത്തത് കൊണ്ട്. പഠിച്ചെന്ന് വിചാരിച്ചിങ്ങനെ ആവോ? ഇല്ല, പഠിച്ചെങ്കിൽ അത് ശ്രദ്ധാപൂർവം നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മുനാഫിക്കിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. മുനാഫിക്കുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. അള്ളാഹിനെ പറ്റിക്കാണ്, മുഅ്മിനീങ്ങളെ പറ്റിക്കാണ്, ദീനിനെ ചതിക്കാണ്. യഥാർത്ഥത്തിൽ വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്, ചതിക്കുന്നത്, അല്ലെങ്കിൽ പറ്റിക്കുന്നത്. വൈദാ ഖാമു ഇലസ്സലാത്തി, അവർ നമസ്കരിക്കാൻ നിന്നാൽ ഖാമു കുസാല, ഒരു മടിയന്മാരാണ്, താല്പര്യമില്ല, ഇതാണ് കഴിഞ്ഞിട്ടണം. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, നമ്മളെ നമസ്കാരത്തിൻ്റെ സമയമായ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണോ അതല്ല ഒരു ഇടങ്ങാറാണോ? ഇടങ്ങാറാണെങ്കിൽ നമ്മൾ മുനാഫിക്കാണെന്നല്ല പറഞ്ഞതിനടുത്ത്, പക്ഷെ അത് മുനാഫിൻ്റെ സ്വഭാവമാണ്, ഓൻ്റെ സിഫത്താണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന വിഖ്യാതമായ വാക്ക് അരിഹ്നായ ബിലാൽ ബിസ്സലാ, ബിലാലെ നിക്കാമത്ത് കൊടുക്ക്, വാങ്ക് കൊടുക്ക്, എന്നിട്ട് ഞങ്ങൾക്ക് നിസ്കാരത്തിലൊന്ന് റാഹത്ത് കിട്ടട്ടെ. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഓൽക്ക് റാഹത്ത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരന്മാരെ, നിസ്കരിക്കാൻ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ അവനക്ക് റാഹത്ത് കിട്ടുന്നു. മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമാണത്. ഏതവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്, വലിയ താല്പര്യമില്ല. യുറാഉനന്നാസ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നിസ്കാരക്കാരനാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. എന്നിട്ട് പറയുന്ന പോയിന്റാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടത്, ഭയപ്പെടുത്തേണ്ടത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അവരുടെ നമസ്കാരത്തിൽ അള്ളാഹിനെ കുറച്ച് മാത്രമേ ഓർക്കണുള്ളൂ. ഇപ്പം മുനാഫിക്കിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ അള്ളാഹിനെ ഓർക്കുന്നുണ്ട്, തീരെ ഓർക്കണില്ല എന്നല്ല, അവർ അള്ളാഹുവിനെ കുറച്ച് മാത്രമാണ് ഓർക്കുന്നത്. സൂറത്തുൻ നിസായിലെ 142 ആയത്താണ്. ഇനി നമ്മളെ നിസ്കാരം എന്നാൽ ഇപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, 2 മണിക്കൂർ മുമ്പ് അസർ നിസ്കരിച്ചു, ഇന്ന് 5 വക്ത് നിസ്കാരം, ഇനി ശങ്കുടി കഴിഞ്ഞ 5 വക്ത് നിസ്കാരം എന്നത് പൂർണ്ണമായി. നമ്മുടെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം വരെ ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കി റൂഹോടുകൂടി ആത്മാർത്ഥമായി നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ?
4 റക്അത്ത് 2 റക്അത്ത് 3 റക്അത്തുള്ള നിസ്കാരം, അത് കൃത്യമായി അറിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ച്, അള്ളാഹിനോടുള്ള സംസാരമാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതെന്താണ്? മുനാഫിക്കിൻ്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു രോഗി പനി വന്നു, ശക്തമായ പനിയാണ്. അവൻ്റെ മുമ്പിൽ എത്ര നല്ല ഭക്ഷണം, പഴങ്ങൾ, അല്ലെങ്കിൽ നല്ല ബിരിയാണി ആകട്ടെ അല്ലെങ്കിൽ മന്തി ആകട്ടെ, എന്ത് നല്ല ഭക്ഷണം അവന് വെച്ചു കൊടുത്താൽ അത് തിന്നാൽ അവനക്ക് രുചി ഉണ്ടാവില്ല, ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവനക്ക് പനി ബാധിച്ചിട്ടുണ്ട്. എന്നതുപോലെ മനസ്സിന് രോഗമുള്ളൊരു മനുഷ്യന് നിസ്കാരം ആസ്വദിക്കാൻ പറ്റില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യന് എനിക്കും നിങ്ങൾക്കൊക്കെ നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. എന്നതുപോലെ ഈമാൻ നിറഞ്ഞ, ഈമാൻ കൊണ്ട് ആരോഗ്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമക്ക് നിസ്കരിക്കാൻ ആസ്വദിക്കാൻ പറ്റും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. അവരത് ആസ്വദിക്കണം. അപ്പോൾ ഒരു ഹൃദയത്തിന് രോഗം ബാധിച്ച മനുഷ്യന് നിസ്കാരം ആസ്വദിക്കാൻ പറ്റൂല, അവന് വലിയ ഇടങ്ങാറായിരിക്കും എന്നർത്ഥം. അൽ ഇൻസാനുൽ മരീം, രോഗിയായ മനുഷ്യൻ, ഇൻദമാ യഅകുലു അഹ്ലൽ ഫവാകിഹ് വൽ മഅകൂലാത്തിൽ ലദീദ, അവന് ഏറ്റവും നല്ല മധുരമുള്ള പഴങ്ങളും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് അവൻ ആസ്വദിക്കും. എന്നാൽ അങ്ങനെ രോഗിയായ മനുഷ്യൻ അത് ആസ്വദിക്കാൻ കഴിയൂല. വലായതമത്തഉ ബിൽ അക്ലി വകദാ യകൂനു ഫിൽ മഅനവിയാതി വൽ ഇബാദത്തി. അഥവാ അങ്ങനെ രോഗിയായ മനുഷ്യന് ഭക്ഷണം ആസ്വദിക്കാൻ പറ്റാത്ത പോലെ തന്നെ ഹൃദയത്തിൽ രോഗമുള്ളവന് നിസ്കാരവും ആസ്വദിക്കാൻ കഴിയൂല. ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിൻ്റെ രോഗം ഒന്നാമതായി റസൂൽ പഠിപ്പിച്ച ശിർക്കാണ്, അതേപോലെ തന്നെ നിഫാക്കാണ്, അതുപോലെ തന്നെ അസൂയാണ്. ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് ക്യാൻസറിനേക്കാൾ മാരകമാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എന്തെങ്കിലും ഭരിക്കാൻ പറ്റുള്ളൂ, മറ്റേ പരലോകത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ശരി, എന്താണ് നിസ്കാരത്തിൽ ഖുശൂ കിട്ടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാൻ റഹീമിനായ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി നിൽക്കണം. ഒന്നെന്താണ്? അള്ളാഹിൻ്റെ മുമ്പിലാണ്. നമ്മളൊരു മുഖ്യമന്ത്രിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു MLA മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. അയാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര ഭക്തിയാദരവ് ഉണ്ടാവും. നമ്മൾ ഫോണൊക്കെ സൈലൻ്റാക്കി, മുടിയൊക്കെ ചീകി ഉഷാറായി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അയാൾ പറയണത് കേട്ട് ഭവ്യതയോട് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ പോരും. ഉള്ള സമയം ഒരു 5 മിനിറ്റാണ് കിട്ടിയെങ്കിൽ ആ 5 മിനിറ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടി നമ്മൾ കൃത്യമായി സംസാരിച്ചു പോരും. ഇതാരുടെ മുമ്പിലാണ് സംസാരിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലിക്കുൽ ജബ്ബാറായ നാഥൻ്റെ മുമ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ പള്ളിയിലേക്ക് ആൾക്കാർ അല്ലെങ്കിൽ നിസ്കരിക്കാനിരിക്കുന്ന സമയത്ത് കള്ളിത്തുണിയും പൊള്ളിത്തുണിയും മുഷിഞ്ഞു തുണിയും അതേപോലെ തന്നെ പല കോലത്തിലുള്ള ഡ്രസ്സും കുപ്പായങ്ങളൊക്കെ ഇട്ട് വരുന്നത്. നമ്മളുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ വിശിഷ്ടമായ പാർട്ടിക്കോ ഒരു കള്ളിത്തുണിയും പുള്ളിത്തുണി എടുത്തു പോവോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പള്ളിയിൽ ഏറ്റവും നല്ല വസ്ത്രം ഇട്ട് വരണം, നല്ല കോലത്തിൽ വരണം. മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് വെറുപ്പുണ്ടാകാൻ പാടില്ല, പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതിന് ഉള്ളി തിന്നുകൊണ്ട് പള്ളി വരാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അതിൻ്റെ നാറ്റം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും. അപ്പോൾ പിന്നെ സിഗരറ്റ് വലിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു കേടുള്ള സാധനമല്ല, നല്ല സാധനമാണ്. വെളുത്തുള്ളി കഴിച്ചുകൊണ്ട് വരികയാണ് ഒരുത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വരുത്, വായ നന്നായി വൃത്തിയാക്കി വരണം എന്ന് പറഞ്ഞു. മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തലാണത്. എന്നിട്ട് പാന് തിന്ന് അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശപ്പെട്ട മണവുമായി വരുന്ന വാസനയുമായി വരുന്ന ആളെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം വേണം. അള്ളാഹിനോട് സംസാരിക്കാനായിരിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ് നിസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ മഗ്രിബിന് നമ്മൾ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഞാനും നിങ്ങളും ഇമാമൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി തന്നിട്ടുണ്ട്. എന്താ മറുപടി? ഹമിദനി അബ്ദി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അള്ളാഹ് മറുപടി പറഞ്ഞു. അള്ളാഹ് അത് കേട്ടു. അള്ളാഹ് മറുപടി പറഞ്ഞു, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണ്? അസ്ന അലയ്യ അബ്ദി. അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അവന് പരമകാരുണ്യകനാണ്, കരുണാനിധിയാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു.
അല്ലെങ്കിൽ ഹമിദ എന്ന് പറഞ്ഞാൽ സ്തുതിച്ചിരിക്കുന്നു, അസ്ന പറഞ്ഞാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, സനാവ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ റബ്ബ് റഹ്മാനാണ്, റഹീമാണ് എന്ന് എൻ്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു, അവനത് ഉദ്ഘോഷിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം പറയുന്നു, പുകഴ്ത്തിയിരിക്കുന്നു എന്ന് റബ്ബ് പറയുന്നു. എന്നിട്ടോ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എൻ്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് ഞാനും നിങ്ങളും പറഞ്ഞപ്പോൾ എന്താ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. വിശുദ്ധ ഖുർആന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ കാമ്പും അതിൻ്റെ സത്തയെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയാണെന്നാണ് എൻ്റെ ഓർമ്മ. സൂറത്തുൽ ഫാത്തിഹയിൽ, വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തിലെ മുഴുവൻ സത്തയും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ മുഴുവൻ സത്തയും കിടക്കുന്നത് എവിടെയാണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ള വാക്കിലാണ്, അല്ലെങ്കിൽ ആ ആയത്തിലാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും സഹായതേട്ടങ്ങളും ആവലാദികളും വേവലാദികളും പടച്ചോനെ ഞാൻ നിന്നോട് മാത്രമേ വരുള്ളൂ. എനിക്കൊരു ജാറത്തിങ്കിലോ അതേപോലെ തന്നെ ഒരു കബറിങ്കിലോ ബദരീങ്ങളെയോ ഉഹുദീങ്ങളെയോ അല്ലെങ്കിൽ ഒരു മഹാനെയോ ഒരു ബീവിയെയോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു തങ്ങളെടുത്ത് പോയി ചരടേട്ടണോ ഒരാവശ്യമില്ല റബ്ബേ, നിന്നോട് മാത്രമേ പറയുള്ളൂ. ഒരു ജിന്നിൻ്റെയോ ഒരു മലക്കിൻ്റെയോ അല്ലെങ്കിൽ ആരാകട്ടെ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ വഴിപാടുകളും നേർച്ചകളും എല്ലാം ഇബാദത്തിൻ്റെ ഗണത്തിൽപ്പെടുന്ന എന്തുണ്ടോ അത് നിനക്ക് മാത്രമാണ് റബ്ബേ എന്ന് ഓരോ 5 വക്ത നമസ്കാരത്തിലും 2, 3, 4, 5 തവണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. സുന്നത്ത് നമസ്കാരങ്ങളായിക്കൊണ്ട് അല്ലാതെ. ഇത് പറയുമ്പോൾ അല്ലാഹ് പറയുന്നത് ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതാണ് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ. അതാണ് ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ. ഇതാണ് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ. അതുകൊണ്ട് എൻ്റെ അടിമക്ക് ഞാൻ ഇന്ന് ചോദിക്കുന്നതെല്ലാം കൊടുക്കും. ഓൻ്റെ കരാർ പുതുക്കിയിരിക്കുന്നു. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇബാദത്ത്, ആ കരാർ അവൻ പൂർത്തീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ ഒരു കോലത്തിൽ ഈ പറയുന്നതിൻ്റെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ അർത്ഥം ഇതാണ്. എൻ്റെ റബ്ബ് മറുപടി പറയുന്നു, അർ-റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് മനസ്സിൽ അർത്ഥം കൊണ്ടുവന്നുകൊണ്ട് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി ഇന്നത് പറയുന്നു. എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കരാർ ബന്ധം ഇതാണ്, അവനിത് പുതുക്കിയിരിക്കുന്നു. ഇനി വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ ചോദിക്കുന്നതെല്ലാം ഇനി അവന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ സിറാത്തുൽ മുസ്തഖീമിൽ അണിചേർക്കണേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും മാർഗത്തിലാണ് എന്നെ വഴി ചേർക്കേണ്ടത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. പടച്ചോനെ ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, ജൂത വഴിപിഴച്ച അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് പാത്രീഭൂതരായിട്ടുള്ള ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, അംബിയ ഔലിയാക്കന്മാരുടെ സലഫ് സ്വാലികളുടെ മാർഗത്തിലാണ് എന്നെ വഴി നടത്തേണ്ടത്. അവിടെയാണ് ഫാത്തിഹ കഴിയുന്നത്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം, ആമീൻ പടച്ചോൻ ഇജ്ജ് സ്വീകരിക്കണേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇതെൻ്റെ അടിമക്കുള്ളതാണ്, ഓൻ ചോദിച്ചൊക്കെ ഞാൻ കൊടുക്കും. ഇങ്ങനെ 5 വക്ത് സഹോദരന്മാരെ ഒരു ദിവസം 17 പ്രാവശ്യം പറയുന്നൊരു മനുഷ്യൻ ളലാലത്തിലായി പോകുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എന്താണ്? അതാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും അവനെ പിടിച്ചിരുത്തുന്നു. എന്നിട്ട് ഈ പറഞ്ഞ 17 റക്അത്തും അതിൻ്റെ പുറമെ സുന്നത്തും അതിൻ്റെ പുറമെ മറ്റുള്ള സുന്നത്തുകളൊക്കെ നിസ്കരിച്ചിട്ടും എന്തേ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റാത്തു? എന്താ കാതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്? എന്താണ് സാമ്പത്തിക രംഗത്ത് പലിശയും ഹറാമും തോന്നിവാസവും അതേപോലെ തന്നെയുള്ള ഹറാമായിട്ടുള്ള സമ്പാദ്യം നമുക്ക് പ്രശ്നമല്ലാതെയായി പോകുന്നത്? എന്തേ നമ്മുടെ കുടുംബജീവിതം മോശമായി പോയത്? എന്തേ രഹസ്യ ജീവിതം മോശമായി പോയത്? നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ചികിത്സ ശരിക്കും ഫലിക്കണില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ എന്നുള്ള പറഞ്ഞതാണ്. അപ്പോ ഈ കോലത്തിൽ നിസ്കാരം ശരിക്ക് അറിഞ്ഞ് പഠിച്ച് ചെയ്യണം. രണ്ടാമതായിക്കൊണ്ട് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടത് ഉന്മേഷത്തോടു കൂടി ചെയ്യാനുള്ളത്. മുനാഫിക്കിൻ്റെ നിസ്കാരം പറഞ്ഞോ മടിയനാണ്. നിസ്കാരത്തിലേക്ക് ബാങ്ക് കേൾക്കും, പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ ഇജാബത്ത് കൊടുത്ത് തുടങ്ങണം. ബാങ്ക് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങൊന്ന് പരീക്ഷ നോക്കി. ബാങ്ക് കേൾക്കുന്ന സമയത്തിന് ബാങ്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്, നമ്മളെ ശ്രദ്ധയിലാണ്, മൊബൈലിലാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ഇജാബത്ത് കൊടുത്തു തുടങ്ങാം.
മുഅദ്ദിൻ പറയണ പോലെ തന്നെ നമ്മൾ ഏറ്റു പറയുന്നു. എന്നിട്ട് അതിനുശേഷം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നടത്തുന്നു. ബാങ്ക് കേട്ട ഉടനെ ഒളു ഉണ്ടെങ്കിൽ നേരെ പള്ളിയിലേക്ക് പോകുന്നു ആണുങ്ങൾ. ഒളു ഇല്ലെങ്കിൽ നേരെ ഒളു എടുക്കാൻ പോകുന്നു. നമ്മൾ സാധാരണ നിലക്ക് ബാങ്ക് കൊടുത്തി കമത്തിന് ഇഞ്ചുണ്ടല്ലോ, 20 മിനിറ്റ് 10 മിനിറ്റ് ഉണ്ടല്ലോ 15 മിനിറ്റ് ഉണ്ടല്ലോ എന്നിട്ട് കാത്തുനിന്ന് എന്നിട്ട് ആ സമയമാവുമ്പോൾ പിന്നെ ഒളു എടുക്കാൻ പോയി അപ്പോത്തിനോട് അത്തഹിയാത്തായിട്ടുണ്ടാവും. നേരെ മറിച്ച് അൽ ഹസനാത്ത് തദൂലി ഉഖ്തിഹ, നന്മകളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ്. തിന്മകൾ ഇതൊരു ചെയിനാണ്. നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ആ നന്മകൾ ഇങ്ങനെ കൊളുത്തി പോകാൻ പറ്റും. തിന്മകൾ ചെയ്യുന്ന ആളാണെങ്കിൽ തിന്മകളെ ക്ഷണിക്കും, നന്മകളെ ക്ഷണിക്കും. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ ബാങ്കിന് ശരിക്കും ഇജാബത്ത് കൊടുത്ത സ്വർഗമാണ് പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബാങ്കിന് ശരിയാൻ വണ്ണം ഇജാബത്ത് കൊടുത്ത് പ്രാർത്ഥനയും കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗം പ്രതിഫലമുണ്ട് എന്നുള്ള ഹദീസുണ്ട്. ഞാൻ നിങ്ങളാ വിഷയത്തിൽ എവിടെ സഹോദരന്മാരെ അത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കണം എന്നൊന്നുമില്ല, ഇജാബത്ത് കൊടുത്താൽ മതി, ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊന്നുമില്ല. നമുക്ക് നമ്മളെ പണിയെടുക്കാതെ സംസാരിക്കുക, അതല്ല, സംസാരം നിർത്തണം, അതാണ് അഫ്ളല്. എന്നിട്ട് മറുപടി കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും മനസ്സ് നമ്മോട് പറയും നന്മകളെ ക്ഷണിക്കും നേരെ പള്ളിയിൽ പോകാൻ. പള്ളിയിൽ പോയി നമ്മളോട് 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ സമയമുണ്ട്, നമ്മൾ കാത്തിരിക്കുന്ന സമയം നിസ്കാരത്തിലാണ്. റസൂലുള്ളാഹി പറയണം, ഒരാൾ നിസ്കാരം കാത്തിരിക്കുന്ന സമയത്ത് നിസ്കാരത്തിലാണ്. പള്ളിയിൽ പോയിട്ട് 2 റക്അത്ത് നമസ്കരിച്ച് അവൻ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഖുർആൻ ഓതണം, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലണം, ആ സമയത്തിലും നിസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണ്, നമുക്ക് താല്പര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ഭർത്താക്കന്മാരെ മക്കളെ പള്ളിയിലേക്ക് വിടാൻ ശ്രമിക്കണം. അവിടെ അമാന്തം കാണിക്കാൻ പാടില്ല. മറ്റെന്താ അറിയും, നമ്മൾ മൊബൈലിലാണ്, സമയമുണ്ടല്ലോ എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട പണി അല്ലെങ്കിൽ കാര്യപ്പെടാത്ത പണി എന്ത് പണിയായിട്ട് ആ പണി എടങ്ങാറായി എടുത്തു വെച്ചിൻ്റെ ശേഷം പോയി കണ്ടിട്ട് നിസ്കരിക്കണം. ആ നിസ്കാരത്തിനോട് താല്പര്യമില്ല. ഇതെന്തോ വലിയൊരു എടങ്ങാറായിട്ട് മാറാപ്പായിട്ട് പേറി സലാം വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്ർ എല്ലാവരും നേരമില്ല, രണ്ടാമത് പണിയിലേക്ക് മടങ്ങുന്നൊരവസ്ഥ. അത്രേ പരിഗണന പലപ്പോഴും കൊടുക്കണമല്ലോ നമ്മൾ. അപ്പോൾ ആ നിസ്കാരത്തിന് അത്ര ജീവൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ. മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള മൂന്നാമത്തായിട്ടുള്ള കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, സ്വല്ലി സ്വലാത്ത് മുവദ്ദിഅ. എന്താ അർത്ഥം? യാത്ര ചോദിക്കുന്നവൻ്റെ നമസ്കാരം, അഥവാ ഇത് എൻ്റെ അവസാന നിസ്കാരമാണ്. വല്ലാത്തൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഇതിൻ്റെ അവസാനത്ത് ഇന്ന് മഗ്രിബ് നിസ്കരിച്ചത് ഇന്ന് എൻ്റെ ലാസ്റ്റ് നിസ്കാരമാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ സഹോദരി നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് എനിക്ക് ഇഷ്ടമില്ല, അതിൻ്റെ ഇടയിൽ പോവാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40, 50, 30, 60, 70, 80 വയസ്സ് എന്നിട്ട് ലാസ്റ്റ് നിസ്കാരമാണ് എന്ന് ഇന്ന് മഗ്രിബ് നിസ്കരിക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് എത്ര ജീവൻ ഉണ്ടാവും. ഇനി ഇശ നിസ്കരിക്കുമ്പോഴാണ് അതിനെ തീരുമാനിക്കുക. ഏതോ 2 നിസ്കാരത്തിൻ്റെ അടിയിലല്ലേ പോകാനുള്ളത്? ഏതോ 2 നിസ്കാരത്തിൻ്റെ അടിയിലല്ലേ പോകാനുള്ളത്? അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് സ്വല്ലി സ്വലാത്ത് മുവദ്ദിഅ, യാത്ര ചോദിച്ച് പിരിയുന്നവൻ്റെ ഇനി അടുത്ത നമസ്കാരം തനിക്ക് കിട്ടുകയില്ല, അതിൻ്റെ ഇടയിൽ തൻ്റെ മരണം സംഭവിച്ചു എന്നുള്ള നിയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്ന് നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാലാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വക്താണ് നിസ്കാരം നിർബന്ധമാക്കിയത്? എത്ര വക്തായിരുന്നു? ആദ്യം 50 വക്തായിരുന്നു അല്ലേ? 50 വക്തായിരുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമവുമാണ് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് 50 വക്ത് നിസ്കാരം നിർബന്ധമാക്കി മടങ്ങി വരുന്ന സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. മുഹമ്മദ് നബിയെ, ഇത് കയ്യിലോട്ട് 50 വക്ത് നിസ്കാരം നിങ്ങളെ ഉമ്മത്തിന് കൊണ്ടെടുക്കാൻ കഴിയില്ല. കാരണം ഒരു സമൂഹത്തെ കൊണ്ടിടുന്ന നല്ല പരിചയമുള്ള ആളാണ് ആര്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബനു ഇസ്രായേലിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ അനുഗ്രഹം കൊടുത്തൊരു വിഭാഗമാണ് ബനു ഇസ്രായേൽ. പക്ഷെ അതിനൊക്കെ തിരിച്ച് നന്ദികേട് കാട്ടിയ ഏറ്റവും മോശപ്പെട്ട വിഭാഗമാണ് ഈ ബനു ഇസ്രായേൽ. ഇന്ന് നമ്മൾ പറയുന്ന ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ, അത്രയ്ക്ക് മോശപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല മഞ്ഞും സെലവും ഇങ്ങനെ ഇറക്കി കൊടുത്തിക്കാണ്. കടലങ്ങട്ട് പിളർന്നവർ കടല് പിളർന്ന് കണ്ടിരിക്കുകയാണ്. ഓൽക്ക് വെള്ളം ഇല്ലാതായപ്പോൾ ഒരു വടി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി എടുത്ത് പാറക്കല്ലിനെ അടിച്ച് ഓൽക്ക് 12 ഗോത്രങ്ങൾക്ക് 12 അരുവി. ഇത്ര അള്ളാഹനെ അവർ മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, എന്ത്? ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിയ. മൂസ, ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കി തരണം, മറ്റുള്ളവർക്ക് ഇലാഹുള്ള പോലെ. ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി ആരാധിച്ചു, ആരോൻ നബിയെ ധിക്കരിച്ചു. ഇങ്ങനെ എന്തെല്ലാം തോന്നിയ ദിവസം ചെയ്യാൻ പറ്റും? എത്ര പ്രവാചകന്മാരെ അവർ കൊന്നത്? അപ്പോൾ മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ 45 ആക്കി, പിന്നെ 40 ആക്കി, 35 ആക്കി. അതെന്താ തമാശ കളിച്ചാൽ? അല്ല, അള്ളാഹിൻ്റെ നടപടിക്രമമാണ്. ഏതായിരുന്നാലും 5 വക്ത് നിസ്കാരമേ ഉള്ളൂ. പക്ഷേ ഈ 5 വക്ത് നിസ്കാരം നിസ്കരിച്ചാൽ എത്ര വക്തിൻ്റെ കൂലി കിട്ടും? 50 വക്തിൻ്റെ കൂലി കിട്ടും.
ഒരു വക്ത് നിസ്കരിച്ചാൽ 10 വക്തിന്റെ കൂലി കിട്ടും. ഒരു സുബഹി നിസ്കരിച്ചാൽ 10 സുബഹി നിസ്കരിച്ച കൂലിയുണ്ട്. ഒരു ളുഹറിന് 10 ളുഹറിന്റെ കൂലിയുണ്ട്. എത്രയാണ് അള്ളാഹിന്റെ റഹ്മത്ത് സഹോദരന്മാരെ. 50 വക്ത് നിസ്കാരം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു അവസ്ഥ? ഈ 5 ഉണ്ടായിട്ട് ഇപ്പം എന്താ അവസ്ഥ? 5 ഉണ്ടായിട്ട് ഇപ്പം എന്താ അവസ്ഥ? ഒന്ന് ളുഹർ നിസ്കരിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണ് വാങ്ങി ഒന്ന് കിടന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലോ കാറിയറിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ അപ്പോൾ തന്നെ അസറായി ഒന്ന് റിലാക്സ് ആയി, പണിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിരിക്കുമ്പോൾ മരിവാൻ കൊടുത്ത് ഒന്ന് നിസ്കരിച്ച് പരിയിലെത്തിപ്പോൾ തന്നെ ഈശാൻ കൊടുത്ത്. ഇതന്നെ പരിപാടി, നിസ്കരിക്കേണ്ട പരിപാടി എന്നല്ലേ ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കണേ. നേരെ മറിച്ച് 50 വക്ത് നിസ്കാരം ഉണ്ടെങ്കിൽ എന്താ പ്രിയമുള്ള സഹോദരിമാർ, അള്ളാഹു നമ്മൾ അതിന് സൃഷ്ടിച്ചതാണ്, ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോ 19 മിനിറ്റിന്റെ അല്ലെങ്കിൽ 20 മിനിറ്റിന്റെ ഇടയിൽ ഒരു ബാങ്കോരി ഇക്കാമത്ത്, ഒരു നിസ്കാരം, ഒരു ബാങ്കോരി ഇക്കാമത്ത് നമുക്ക് നിസ്കരിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ റഹ്മാനായ റബ്ബ് 5 വക്ത് നിസ്കാരം നിശ്ചയിച്ചുള്ളൂ. 50 വക്തിന്റെ കൂലി റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നുണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് എന്ത്, നമ്മളൊരു പണിക്കാനൊരു ബംഗാളിനെ പണിക്കുഴിച്ചിട്ട് ഓനോട് പറയാണ് എന്ത്, തെങ്ങ് തടം തുറക്കാനോ അല്ലെങ്കിൽ കാടൊന്ന് വൃത്തിയാക്കാനോ ഓനോട് പണി ഏൽപ്പിച്ചിട്ട് 8 മണിക്കോ 9 മണിക്കോ വന്ന് 4 മണി വരെ പണിയാണ്. ഇന്ന് എനിക്ക് പണി എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര 1000 രൂപ കൂലിയായി. 10 ദിവസം പണിയെടുത്ത കൂലി തരുമെന്ന് പറഞ്ഞാൽ, ഇന്ന് പണിയെടുത്തതിന് 10 ദിവസം പണിയെടുത്ത കൂലി തരും എന്ന് പറഞ്ഞാൽ, ആ ചങ്ങായി, ആ പണിക്കാരൻ എത്ര സൂക്ഷ്മതയോടുകൂടി ആ പണിയെടുക്കും. ഒരു ദിവസം 5 തെങ്ങ് തുറക്കണമെങ്കിലോ മാക്സിമം ചിലപ്പോൾ 6 തെങ്ങ് തുറന്നു തരും. കാരണം എന്താ, 10 ദിവസം പണിയെടുത്ത കൂലി വരും എന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ട്. എത്ര വൃത്തിയിൽ ചെയ്യും, സമയം കളയാതെ ചെയ്യും. കാരണം എന്തേ, അവന് പ്രതീക്ഷയുണ്ട്. 1000 റുപ്യ കിട്ടുന്നിടത്ത് 10000 റുപ്യ കിട്ടും. അതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ, 10000 റുപ്യ 10000 കോടിയാണോ? 10000 കോടിയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത്? എത്രയാണ്, കണക്കില്ലാത്ത പ്രതിഫലമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് പ്രിയമുള്ളവരെ. എന്നിട്ട് ആ നിസ്കാരത്തിൻ്റെ, എൻ്റെയും നിങ്ങളുടെയും നിസ്കാരത്തിൻ്റെ കഥ എന്താണ്? കണക്കില്ലാതെ. അള്ളാഹിൻ്റെ പ്രത്യേകതയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് പണിയെടുപ്പിച്ചിട്ട് കൂടുതൽ കൂലി തരുന്നവരാണ് റബ്ബ്. നമ്മൾ നേരെ തിരിച്ചാണ്. കൂടുതൽ പണിയെടുപ്പിച്ചിട്ട് കുറച്ച് കൂലി കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അപ്പോൾ ഈ 5 വക്ത് നിസ്കാരത്തിന് 50 വക്തിൻ്റെ കൂലി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി കൂലി അല്ലെങ്കിൽ 25 ഇരട്ടി കൂലി. അത് വേറെ പറഞ്ഞു, ഇല്ലേ? അത് വേറെ പറഞ്ഞു. അപ്പോൾ എത്രയാണ് റബ്ബ് കൂലി തരുന്നത്? അപ്പോൾ ഈ റഹ്മാനായ റബ്ബിൻ്റെ കൂലി, അതിൻ്റെ പ്രതിഫലം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ, അള്ളാഹു ഒരു ദിവസമല്ലല്ലോ, നമ്മളിപ്പോൾ ഈ ബംഗാളിനോട് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ പണിക്കാരനോട് ഒരു ദിവസം 10 ദിവസത്തിൻ്റെ കൂലി ഇരുന്ന് പറഞ്ഞ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല 365 ദിവസം നമുക്ക് തന്നിക്കണ്. എന്നിട്ട് നമ്മുടെ നമസ്കാരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നമ്മൾ പല ആളുകളും മനസ്സിൽ നിസ്കരിക്കുകയാണ്, ചുണ്ടനക്കാതെ. പറ്റൂല, ചുണ്ടനക്കാതെ നിസ്കരിച്ച് ശരിയാവില്ല, നിസ്കാരത്തെ ബാധിക്കും അത്. ഖുർആൻ ഓതേണ്ടെങ്കിൽ എങ്ങനെയാണ്? ചുണ്ടനക്കിയിട്ട ഖുർആൻ ഓതേണ്ടത്. ദിക്ർ ചൊല്ലേണ്ട എങ്ങനെയാണ്? ചില ആൾക്കാരുടെ നിസ്കാരം കഴിഞ്ഞാൽ ഷോല ഓത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പോകുന്നുണ്ടാവും, എക്സ്പ്രസ് വണ്ടി പോകണമായിരി ഇതിങ്ങനെ പോകുന്നുണ്ടാവും, ചുണ്ടനങ്ങണില്ല. മനസ്സോണ്ട് ദിക്രി എല്ലിയിട്ടുണ്ടെങ്കിൽ ദിക്റിൻ്റെ കൂലി കിട്ടൂല. ദിക്റെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ആ മനുഷ്യന്റെ നാവ് ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്തുള്ളതാണ്? നനവുള്ളതാണ്. അപ്പൊ നാവ് ചലിക്കണം, ചുണ്ട് ചലിക്കണം. ദിക്ർ ചെല്ലുമ്പോൾ, സ്വലാത്ത് ചെല്ലുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ നാവ് ചലിക്കണം. മനസ്സിലും പ്രവർത്തനമുണ്ട്, ചുണ്ടിലും നാവിലും പ്രവർത്തനമുണ്ട്. അങ്ങനെയാണ്. ഇനി ഒരാൾ ചുണ്ട് ചലിപ്പിക്കാതെ ദിക്റില്ല, അതിന് കൂലി കിട്ടും. പക്ഷേ ഈ ദിക്റിന്റെ കൂലി, ഈ പറഞ്ഞ പരിപൂർണ്ണ പ്രതിഫലം കിട്ടൂല. ചില ആൾക്കാരുണ്ട് ഖുർആൻ ഓതുന്ന സമയത്ത് ഇങ്ങനെ ഖുർആൻ ഓതുന്ന ഖിറാഅത്തിന്റെ കൂലി കിട്ടൂല. അത് അർത്ഥം അറിയുന്ന ആളാണെങ്കിൽ തദബ്ബറിന്റെ കൂലി കിട്ടും, അല്ലെങ്കിൽ അതും കിട്ടൂല. അതിന് താഴെയുള്ള കൂലിയേ കിട്ടുള്ളൂ. അർത്ഥറിഞ്ഞ ആളാണെങ്കിൽ അർത്ഥറിഞ്ഞ്, നമ്മളിപ്പോൾ സാധാരണ പത്രം വായിക്കുമ്പോൾ അങ്ങനെ തൊള്ളോണ്ട് ഒന്നായിട്ട് ഒച്ചുണ്ടാക്കി വായിക്കലാണോ? അല്ലല്ലോ, നമ്മൾ മനസ്സിൽ വായിക്കലാണല്ലോ. അതേപോലെ അറബി അറിയുന്ന ഒരാളെ ഖുർആൻ ഇങ്ങനെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഓതുകയാണെങ്കിൽ അതിന് കൂലി കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമസ്കാരം എന്നുള്ളത് ചുണ്ടനക്ക് ചെയ്യാനുള്ളതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഞാൻ പറയുന്നത് എനിക്ക് കേട്ടമേ, നാട്ടിൽ കേൾക്കണ്ട, ഇതിൻ്റെ അടുത്തുള്ള ആൾക്കും കേൾക്കണ്ട. അത് എനിക്ക് വിശ്വാസം ഉണ്ടാക്കരുത്. ചില ആളുകളൊപ്പം നിന്ന് നിസ്കരിക്കാനേ പറ്റൂല. നമുക്ക് ചെല്ലാൻ പറ്റൂല, നമുക്ക് ഇടങ്ങാറുണ്ടാക്കുകയാണ്, നമുക്ക് പ്രയാസം ഉണ്ടാക്കുകയാണ്. അത് ചെയ്യരുത്, മറ്റുള്ളവരെ ഇടങ്ങാറാക്കരുത്. അപ്പോൾ നമ്മൾ പറയണത് നമുക്ക് കേൾക്കണം. അത് ഖുശൂ കിട്ടാനും ശ്രദ്ധ കിട്ടാനും കാരണമാകുന്നു എന്ന്
പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്രക്ക് പ്രധാനമായിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ എല്ലാം പാളിപ്പോയി എന്ന് പഠിപ്പിച്ചതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നഹു ദക്കറസ്സലാ, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരിക്കൽ നമസ്കാരത്തെക്കുറിച്ച് പറയപ്പെട്ടു. ശരിക്കും നിങ്ങൾ മനസ്സിലായിക്കോ പ്രിയമുള്ളവരെ. ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ഈ നമസ്കാരം ആരെങ്കിലും കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ, നമസ്കാരം അവൻ്റെ നിസ്കാരം കൃത്യമാണ്. നിസ്കാരം കൃത്യമാണെങ്കിൽ നമ്മളൊന്നും പേടിക്കണ്ട, ബാക്കിയൊക്കെ കൃത്യമായിരിക്കും. ബാക്കിയെല്ലാം കൃത്യമായിരിക്കും. കൃത്യമല്ല നിസ്കാരം കൃത്യമല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരാളുടെ നമസ്കാരം കൃത്യമാണെങ്കിൽ ആ നമസ്കാരം അവന് ഖിയാമത്ത് നാളിൽ പ്രകാശമായിരിക്കും, അനുകൂലമായ തെളിവായിരിക്കും, എവിഡൻസ് ആയിരിക്കും, അനുകൂലമായ തെളിവ്. മുഅ്മിനാണ്, മുസ്ലിമാണ്, അള്ളാഹുവിനെ വഴിപ്പെട്ടവനാണ് എന്ന് അനുകൂലമായ തെളിവായിരിക്കും. അതേപോലെ തന്നെ വനജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് വിജയം സമ്പാദിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ കാരണമാകുകയും ചെയ്യും. അപ്പോൾ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ അവന് ഇരുട്ടിൻ്റെ ലോകത്ത് പ്രകാശമാണ്. ഇരുട്ടിൻ്റെ ലോകത്ത് ഖിയാമത്ത് നാളിൽ പല സ്ഥലത്തും ഇരുട്ടാണ്. അതുകൊണ്ടാണ് മുനാഫിക്കിനോട് മുഅ്മിനോട് മുനാഫിക്കും പറയുന്നത് എന്ത്? ഒന്നുറൂന നഖത ബിസ്മിൻ നൂരിക്കും, നിങ്ങളൊന്ന് കാത്തിക്ക്, ഞങ്ങൾ ഇരുട്ടത്താണ്. സിറാത്തിൻ്റെ സമയത്താണെന്ന് വണ്ടിയന്മാർ പറഞ്ഞ്, ഞങ്ങൾ ഇരുട്ടത്താണ്. നഖത ബിസ്മിൻ നൂരിക്കും, നിങ്ങളെ പന്തത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കൊളുത്തിയെടുക്കട്ടെ. അപ്പോൾ അവിടുന്ന് കളിയാക്കും. കീലർജുഉ വറാഅകും ഫൽതമിസു നൂറ, നിങ്ങൾ ബാക്കിൽ പോയി നോക്കി, നിങ്ങളെ പന്ത് അവിടെ ഉണ്ടാവും, നിങ്ങളെ നൂറ് അവിടെ ഉണ്ടാവും. ഉണ്ടോ? ഇല്ല. മുനാഫിക്കായ കാഫിറായ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഹാസം ഉണ്ടായിരിക്കും. അല്ലാഹു യസ്തഹ്സീ ബിഹിം, അല്ലാഹു അവരെ പരിഹസിക്കും. നരകവാസികളായ ആളുകൾ, നിങ്ങളൊക്കെ വല്ല നേതാക്കന്മാരായിരുന്നല്ലോ, വല്ല അധികാരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളെ കാണാൻ ആൾക്കാർ ഭവ്യതയോടെ വന്നിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയി ഓലൊക്കെ? വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. അല്ലാഹു വെറുതെ വിടുന്നു ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലൊന്നും പാഴാക്കൊന്നും വിചാരിക്കേണ്ടതില്ല. ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ, പ്രിയമുള്ള സഹോദരീസ്, നമ്മുടെ വസ്ത്രധാരണയും നമ്മുടെ ഇബാദത്തും ക്ലിയർ ആണോ? മറ്റുള്ളവർ എങ്ങനെയാ നടന്നോട്ടെ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഏറ്റവും വലിയ അദാബായി എടുത്തു വെച്ചതാണ്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ അവന് പ്രകാശമായിരിക്കും, തെളിവായിരിക്കും, നജാത്തായിരിക്കും യൗമൽ ഖിയാമ. വമൻ ലം യുഹാഫിൽ അലൈഹാ, ഈ നിസ്കാരം ശരിക്കും ശ്രദ്ധിക്കാൻ. ലോറുണ്ടെങ്കിൽ അസറില്ല, അസറുണ്ടെങ്കിൽ മഗ്‌രിബില്ല, സുബഹി നിസ്കാരം 10 മണിക്ക് നിസ്കരിക്കുന്നു, 9 മണിക്ക് 8 മണിക്ക് നിസ്കരിക്കുന്നു, ചിലപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ പോകണുള്ളൂ. നിസ്കാരം തന്നെ ഒരു കഥ നിസ്കാരം കാട്ടിക്കൂട്ടലാണ്, പേരിന് വേണ്ടി നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ അവന് എങ്ങനെയായിരിക്കും? റസൂലുള്ളാഹി പറയാണ്, ലം യകുൻ ലഹു നൂറുൻ വലാ ബുർഹാൻ വലാ നജാത്തുൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവൻ എന്തായിരിക്കും? അവന് പ്രകാശമില്ല, അവന് പ്രതികൂലമായ തെളിവായിരിക്കും, അവന് വിജയമില്ല. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വ ഫിർഔന വ ഹാമാന വ ഉബയ്യ് ഇബ്നു ഖലഫ്. ലോകം കണ്ട 4 തെമ്മാടികൾ, ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച 4 തെമ്മാടികൾ ആരാണ്? ഒന്ന് കാറൂനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ ധനാഢ്യൻ. ഇന്ന കാറൂന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലേ? അള്ളാഹ് കൊടുത്തിട്ട് സമ്പത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അങ്ങേയറ്റത്തെ ധനാഢ്യൻ. ഒന്ന്. രണ്ടാമത് ഫിർഔനാണ്. നമുക്കറിയാം ഫിർഔൻ ആരാണ് എന്ന്. മൂന്നാമത്തത് ഹാമാനാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മന്ത്രി ആയിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫിർഔനിന്റെ മന്ത്രിയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ 3 ആളുകളായി. നാലാമത് ഉബയ്യ് ഇബ്നു ഖലഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ വലിയ അക്രമിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ദീനിന്റെ വലിയ ശത്രുവായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു. ഈ 4 ആളെ പറയാനുള്ള കാരണം എന്താണെന്ന് പണ്ഡിതന്മാരെ പറഞ്ഞു. ഒന്ന്, കാറൂൻ. അവൻ അള്ളാഹിന്റെ ദീനിൽ നിന്നും അള്ളാഹുവിന്റെ തൗഫീഖിൽ നിന്നും അള്ളാഹുവിന്റെ നിർദ്ദേശത്തിൽ നിന്നും തിരിഞ്ഞു കളയാനുള്ള കാരണം അവന്റെ സമ്പത്തായിരുന്നു. അപ്പൊ സമ്പത്ത് ഒരുപാട് കിട്ടി, സമ്പത്ത് കൊണ്ട് ദീനിൽ നിന്നും പുറംതിരിഞ്ഞ് പോയവൻ കാറൂനെ പോലെയാണ്. രണ്ടാമത്തത് ആരാ പറഞ്ഞ്? രണ്ടാമത്തത് ഫിർഔനാണ്. ഫിർഔൻ എന്തുണ്ട്? അധികാരം കിട്ടി, അധികാരം കൊണ്ട് തിരിഞ്ഞുപോയി. അങ്ങനെ ലോകത്ത് അധികാരം കൊണ്ട് തിരിഞ്ഞുപോയ ആളുകൾ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് തിരിഞ്ഞുപോയ ആളുകൾ, അതാരാണ്? അവൻ ഫിർഔനെ പോലെയാണ്. ഹാമാൻ ആരാണ്? ദുനിയാവിന്റെ ശുഗലാണ്, അധികാരം, മന്ത്രിയാണ്, ഒരുപാട് പണികളുണ്ട്, അതും അതിൽപ്പെട്ട ഒരുപാട് മറ്റുള്ള ശുഗലുകളും വളീഫത്തുകളും കൊണ്ട് ജോലി തിരക്ക് മറ്റുള്ള കാരണം
അങ്ങനെയുള്ള ആളുകൾ ദീനിൽ നിന്നും പിന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഹാമാനെ പോലെയാണ്. ഉബയ്യ് ഇബ്നു ഖലഫ് നല്ല കച്ചവടക്കാരനാണ്. ഒരു മനുഷ്യന്റെ കച്ചവടം അവന്റെ പിന്നെ ദീനിയായ കർമ്മങ്ങളിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും ബാധ്യതകളിൽ നിന്നും തെറ്റിക്കുന്നുണ്ടോ ഉബയ്യ് ഇബ്നു ഖലഫിനെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, നമ്മളൊക്കെ നിസ്കരിച്ചിട്ട് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായിട്ട് നിസ്കാരം ക്ലിയർ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ 4 വൃത്തികെട്ടവന്മാരുടെ കൂടെയാണ് ജനിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്ന് മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയുസല്ലി. നമ്മളെ ശരിക്കും നെട്ടിപ്പിക്കേണ്ട ഹദീസാണ്, പേടിപ്പിക്കേണ്ട ഹദീസാണ്. എന്താ ഹദീസ് എന്നറിയോ? ഇന്നർ റജുല ലയുസല്ലി 60 സനത്തൻ. ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിച്ചു. അതോ അള്ളാഹു സുബ്ഹാനഹു വ തആല 50 വയസ്സ് ആയുസ് കൊടുത്ത് വിചാരിച്ചു 10 വയസ്സും നിസ്കാരം ഇല്ലാതെ അങ്ങനെയാണ് പോയി, അല്ലെങ്കിൽ ചെറിയ കുട്ടിയായി, അല്ലെങ്കിൽ 15 വയസ്സ് അങ്ങനെ പോയി വിചാരിച്ചു, 12 13 ഏതായിരുന്നാലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ 60 കൊല്ലം നിസ്കരിച്ചു. ഒരു 75-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. 60 കൊല്ലം നിസ്കാരം ഉണ്ടായിരുന്നു, നിസ്കരിച്ചു. മാ തുഖബ്ബല ലഹു സലാത്തുൻ. അവൻ്റെ ഒരു നിസ്കാരവും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടില്ല. 60 കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു നിസ്കാരവും സ്വീകരിച്ചിട്ടില്ല. എന്താ അവന് സംഭവിച്ചിട്ടുള്ളത്? ലഅല്ലഹു യതിമ്മു റുകൂഅ. അവൻ നിസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ റുക്കൂ ക്ലിയർ ആയിരിക്കും. റുക്കു ക്ലിയർ ആയിട്ടുണ്ടാവും, റസൂൽ പഠിപ്പിച്ച പോലെയാണ് റുക്കൂ. വലാ യതിമ്മു സുജൂദ. പക്ഷെ സുജൂദ് ക്ലിയർ ആയിട്ടില്ല, സുജൂദ് പൂർത്തിയായിട്ടില്ല. മറ്റു ചില നമസ്കാരങ്ങളിൽ യതിമ്മു സുജൂദ, സുജൂദ് പൂർത്തിയായിട്ടുണ്ട്. വലാ യതിമ്മു റുക്കൂ, റുക്കൂ പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ 60 കൊല്ലം റുക്കുനുകൾ പൂർണ്ണമാകാതെ നമസ്കരിച്ചിട്ട് പരലോകത്ത് വരുന്ന കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ട് 60 കൊല്ലം നിസ്കരിച്ചതും സ്വീകരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുകയാണ്. എത്ര ഗൗരവമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്. തിരുത്താൻ വഴിയുണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? സേവരീശക്ക് ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല. 60 കൊല്ലം നിസ്കരിച്ച് മുഴുവൻ പാളി പോയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ നിസ്കാരം, നമ്മുടെ നമസ്കാരം ക്ലിയർ ആണോ അതിന് പഠിക്കുക, അത് കൃത്യമായി ചെയ്യാൻ ഖുശൂഅോടുകൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റാതിരിക്കുക. പണ്ഡിതന്മാരെ പറഞ്ഞു, നിസ്കാരത്തിൽ നിന്ന് 3 നിലക്ക് ശ്രദ്ധ തെറ്റും. അതിൽ ഏറ്റവും അപകടകരമായത്, നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് 3 നിലക്ക് ശ്രദ്ധ തെറ്റും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? ഒന്ന്, പിന്നെ കിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ കിബിലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു, അയാളെ നെഞ്ഞും അയാളുടെ തലയും തിരിച്ചു, അയാളെ നിസ്കാരം ബാത്തിലാണ്. കാരണം കിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന നിർബന്ധമാണ്. അത് നിസ്കാരത്തിൽ നിന്നൊരു തിരിയലാണ്. രണ്ടാമത്, തലയും കണ്ണും, തല കുറച്ച് തിരിക്കുന്നു, കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പോകുന്നു. അത് നിസ്കാരത്തിൽ മക്രൂഹാണ്, പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ നിസ്കാരം പൊളിഞ്ഞു പോകില്ല. ഒന്നാമത് പൊളിഞ്ഞു പോകും. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ കൊടുക്കുന്നത് എന്താണ്? കുറച്ച് ഇമാം ഒന്ന് നീട്ടി നിസ്കരിച്ചാൽ, എന്താ ഈ ചങ്ങ ഇത്ര നീട്ടണേ, ഒന്ന് ക്ലോക്ക് നോക്കി, ഇത്രയും സമയം ഒന്ന് വാച്ച് നോക്കി, കലണ്ടർ ഇങ്ങനെ അവിടെ പാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ്, എന്നായിരുന്നു ഇപ്പോൾ കല്യാണം, ഒന്ന് അങ്ങോട്ട് നോക്കി, അങ്ങനെ ആലോചിച്ച് അങ്ങനെ പോകും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരാൾ അപ്പുറത്തൊക്കെ ഉണ്ട്, ഓനൊന്ന് ജസ്റ്റ് നോക്കി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സ്കരിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ സുന്നത്ത് സ്കരിക്കണം. മുമ്പ് കൂടെ ഒരാൾ പോയി, ഓനാരാണ്, ഒന്ന് പള്ളി വന്നണോ, ഓളുണ്ടോ, മറ്റോളുണ്ടോ? മനസ്സിലായില്ലേ? നിസ്കാരത്തെ ബാധിക്കും. നിസ്കാരത്തിന് നല്ല മാർക്ക് കുറക്കണ സംഗതിയാണ്. ഇതൊക്കെ നിസ്കാരത്തിന് തിരിയലാണ്. പക്ഷേ ഇതിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത്, നമുക്കൊക്കെ ബാധിക്കുന്നത്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കും. നിസ്കാരത്തിൽ എടുക്കാൻ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. അത്തഹിയ്യാത്തിൽ വിരലുമൊക്കെയാണ് നോക്കേണ്ടത്. 2 സ്ഥലത്ത് നിസ്കാരത്തിൽ നോട്ടുള്ളൂ. ഒന്ന് സുജൂദിൻ്റെ സ്ഥലത്തേക്ക്, അത്തഹിയ്യാത്തിലാണെങ്കിൽ വിരലിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടല്ല. ശരി. മൂന്നാമത് പണ്ഡിതന്മാർ പറഞ്ഞ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ എന്താ? ഇത് ശരീരം മാറുകയാണ്, കണ്ണ് മാറുകയാണ്, തല മാറുകയാണ്, ഹൃദയം മാറുകയാണ്, കിബിലിൻ്റെ ഭാഗത്തുനിന്ന് മാറിപ്പോവാണ്. മൂന്നാമതായി പഠിപ്പിച്ചതാണ് നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട അൽ ഇൽത്തിഫാത്തുൽ മഅനവിയ്യ ബിൽ ഖൽബ്. കൽബ് തെറ്റുക. ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. അഥവാ ശ്രദ്ധ മാറുക. ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധ മാറുക. പല ശ്രദ്ധകൾ വരികയാണ്, പുതിയ ഓർമ്മകൾ വരെ, മറന്നതെല്ലാം ഓർമ്മ വരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഞാൻ പറഞ്ഞു. റസൂൽ പറഞ്ഞു, ബാങ്ക് കൊടുക്കുമ്പോൾ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ കീഴ്വായിട്ട് ഓടും. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ശൈത്താൻ എത്ര ദൂരത്തേക്ക് ബാങ്ക് കേൾക്കാതിരിക്കുമോ അത്ര ദൂരത്തേക്ക് എത്താൻ ശൈത്താൻ ഓടും. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നായ കുരക്കണ കേട്ടിട്ടില്ലേ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നായ കുരക്കും, പ്രത്യേകിച്ചൊക്കെ രാത്രി. എന്താ അങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനെ കണ്ടിട്ടാണെന്ന് പറഞ്ഞു. ഹദീസിൽ കാണാൻ സാധിക്കും. ശൈത്താനെ കണ്ടിട്ടാണെന്ന് പറഞ്ഞു. ഇവൻ്റെ ഓട്ടം
നമ്മൾ മൈക്കിൽ വേറെ എന്തെങ്കിലും മ്യൂസിക്കോ പാട്ടിട്ടോ നായ വെറുക്കോ? ഇല്ല. അപ്പൊ എന്താണ്? ശൈത്താൻ ഓടും. അങ്ങനെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൻ വീണ്ടും പള്ളിയിലെത്തി. ആര്? ശൈത്താൻ. ഇഖാമത്ത് കൊടുക്കും. ഇഖാമത്ത് കേൾക്കാത്തയിടത്തേക്കും ഓടും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു ബാങ്കും ഇഖാമത്തും ഉറക്കനെ കൊടുക്കാന്ന് പറയാൻ കാരണം. ബാങ്കും ഇഖാമത്തും മാക്സിമം ഉറക്കനെ കൊടുക്കണം. ശരി, ഇരിക്കട്ടെ. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പള്ളിയിലേക്ക് വരും. നിസ്കരിക്കാൻ ആളുകളൊക്കെ സുഫായി നിന്നു. എന്നിട്ട് ഓൻ വന്നിട്ട് ഓൻ പറയണം അത് കുറുക്കഥ, അതോർക്ക് ഒന്നോർത്ത് ഒരു ഭാഗത്ത് കിട്ടും. നമുക്ക് പൈസ കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ആ ഭാഗത്ത് ഇട്ടോക്കും. അയിമ ചിന്തിക്കണം, അയിമ എങ്ങനെ പോകും. അത് ഓർത്തില്ല. ഒന്നുകൂടി ശ്രദ്ധിച്ചെങ്കിൽ വേറൊരു സംഘം ഇട്ടോക്കും. അതും കിട്ടില്ല വേറെ ഇട്ടോക്കും. എങ്ങനെയെങ്കിലും അവന്റെ നിസ്കാരം പൊളിച്ചേ പാടങ്ങുള്ളൂ. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത്? നിങ്ങൾ സ്വഫ് നേരെ നിൽക്കണം. രണ്ടാളുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കറുത്ത ആട്ടിൻകുട്ടിയെ പോലെ ശൈത്താൻ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നത് നമസ്കാരത്തിൽ നിന്നും ശ്രദ്ധ തെറ്റുക എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. യഖ്തലിസുഹു ശൈത്താനു മിനസ്സലാത്തി ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിനസ്സലാത്തി. ശൈത്താൻ ഒരു മുഅ്മിനിന്റെ, ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ നിന്നും മോഷണം നടത്തും, കട്ടെടുക്കും. ഈ കട്ടെടുക്കലാണ് നിസ്കാരത്തിൽ നിന്നുള്ള ശ്രദ്ധ തെറ്റല്. അപ്പോൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മളാരും നിസ്കാരത്തിൽ അങ്ങോട്ടും കിബിലക്ക് തിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. അതേപോലെ തന്നെ സാധാരണ നിലയ്ക്ക് കിബിലയുടെ നേരെ നിൽക്കുന്നതിൽ നിന്നും നമ്മുടെ ശരീരം, ബോഡി, ഹൃദയം മാറി എന്ന് പറഞ്ഞാൽ ബോഡി തന്നെ മാറി നടത്തും. നിസ്കാരം ബാത്തിലാണ്, വേറെ നിസ്കരിക്കണം. അതല്ല അയാളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ട് പായിക്കണമെങ്കിൽ മക്രൂഹാണ്. നിസ്കാരത്തിൻ്റെ കൂലി കുറക്കുന്ന കാര്യമാണ്, ഗൗരവമുള്ള വിഷയവുമാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ റാഞ്ചൽ, ശൈത്താൻ്റെ റാഞ്ചൽ. 2 റാഞ്ചൽ പറഞ്ഞു. ഒന്നാമത്തെ പറ്റു വാത്തിലാവും. ഈ പറഞ്ഞ രണ്ടാമത്തെ മക്രൂഹാണ്, പാടില്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. മൂന്നാമത്തെ, ഇത് രണ്ടും നമ്മൾ സാധാരണ നമുക്ക് വരാത്തതാണ്. പക്ഷെ മൂന്നാമത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മളേറെ ശ്രദ്ധിക്കേണ്ട, ഏറെ നമ്മൾ എടങ്ങാറാവേണ്ട, ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സ് തെറ്റിപ്പോകുന്നത്, ചിന്ത മാറിപ്പോകുന്നത്, ശ്രദ്ധ തെറ്റിപ്പോകുന്നത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മൂന്നാമതായ തെറ്റൽ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, പ്രായപൂർത്തിയായൊരു പുരുഷൻ, അയാൾ ജമാഅത്തിന് പള്ളിയിലെത്തുന്നുള്ള നിർബന്ധമാണ്. പള്ളിയിലെത്താവുന്ന സാഹചര്യവും സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക എന്നുള്ള നിർബന്ധമാണ്. അങ്ങനെ ഉണ്ടോ? പരിന്നാണ് നിസ്കരിച്ചാൽ പോരെ? ളുഹ്റാൻ കൊടുത്തു, മുസല്ലാണ്ട് വിരിച്ചു നിസ്കരിക്കന്നെ. അല്ലെങ്കിൽ സുബി ഇതേമാതിരി തന്നെ ഒരു 5:30 അല്ലെങ്കിൽ 6 മണിക്കോ മുസല്ലിട്ട് നിസ്കരിക്കണം പറ്റുമോ? പറ്റൂല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ സലക്കക്കും ഫീ സഖർ. അഥവാ മുഅ്മിനീങ്ങളായ ആളുകൾ സംസാരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ സ്വർഗത്തിൽ നിന്ന് സംസാരം, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സ്വർഗത്തിൻ്റെ അവകാശികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ. മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ സംസാരിക്കുകയാണ്. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. കുറ്റവാളികളെ സംബന്ധിച്ച്. മാ സലക്കക്കും ഫീ സഖർ. ഈ സഖർ എന്ന നരകത്തിൽ എരിഞ്ഞു തീരാൻ എന്തേ കാരണമായത്? ഈ സഖർ എന്ന നരകത്തിൽ എരിഞ്ഞമരാൻ എന്തേ കാരണമായത്? അവരിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തേ പറ്റിപ്പോയത്? അവർ നരകവാസികളോട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കോ? സ്വർഗത്തിൽ നിന്ന് നരകക്കാരോട് ചോദിക്കോ? ചോദിക്കും. സ്വർഗത്തിൽ നിന്ന് നരകക്കാരോട് ചോദിക്കും. സ്വർഗക്കാര് നരകക്കാരെ കാണും. ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വല്ലാത്ത ആയത്തുകളാണ് പ്രിയമുള്ളവർ. സ്വർഗക്കാര് നരകക്കാരെ കാണും. അപ്പൊ സ്വർഗക്കാർക്ക് ആ നരകത്തിന്റെ ഭീകരത അത് മനസ്സിലാവും. അപ്പൊ അതിന് നിഅമത്ത് മനസ്സിലാവും സ്വർഗത്തിന്റെ. ശരി, ഇരിക്കട്ടെ. ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ മാ സലക്കക്കും ഫീ സഖർ. എന്ത് നിങ്ങളെ ഈ നരകത്തിൽ എരിയാനുള്ള കാരണമായത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നമസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ. ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിലിൻ. ഞങ്ങളിങ്ങനെ ജീവിതം കളറാക്കി വൈവാക്കി പാറി നടക്കായിരുന്നു. അതിൻ്റെ ഇന്നത്തെ അർത്ഥം അതാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിലിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ കളിച്ചിരി വിനോദങ്ങളുടെ കൂടെയായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ശരി. അപ്പോൾ
നിസ്കാരക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്താണ് ആ സംഭവം? നിങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്നല്ല പറഞ്ഞ്, നിസ്കരിക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വിചാരിക്കും ജമാഅത്ത് നിസ്കാരത്തിന് വരണല്ലോ, ചില മദ്ഹബുകളിലൊക്കെ ജമാഅത്ത് നിസ്കാരത്തിന് വരണ നിർബന്ധമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തപ്പോ വല്ലദീ നഫ്സി ബിയദിഹി ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ യുഹ്തതബ്, എന്റെ സഹാബത്തിനോട് വിറക് ശേഖരിക്കാനും, സഹോദരന്മാർ മനസ്സിലാക്കിക്കോളൂ, എന്റെ സഹാബത്തിനോട് വിറക് ശേഖരിക്കുവാനും, സുമ്മ ആമിറു ബിസ്സലാത്തി ഫയുഅദ്ദന ലഹാ സുമ്മ ആമറ റജുലൻ ഫയുഉമ്മൻ നാസ, ഇഖാമത്ത് കൊടുക്കാനും, എന്നിട്ട് ഒരാളെ റസൂലുള്ളാഹിനെ ഇമാമാക്കേണ്ടത്, റസൂലുള്ള ഒരാളെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇമാമാക്കാനും, എന്നിട്ട് ഒരു വിഭാഗവുമായി കൊണ്ട് റസൂലുള്ളാഹിയും ആ വിഭാഗവും പോവുകയാണ് നിസ്കരിക്കാതെ. ഇവിടെ നിസ്കാരം നടത്താൻ ആളാക്കി, സംവിധാനമാക്കി. ثم أخالف إلى رجال فأهرك عليهم بيوتهم والذي نفسي بيده لو يعلم أحدكم أنه يجد أركا ثمينا أو مرماتين حسنتين لشهد العشاء. അഥവാ ഈ ഇമാമക്കാൻ ആളാക്കി മാമൂമികളാക്കി റസൂലുള്ളാഹിയും ഒരു സംഘവും പോവുകയാണ്. ഇവർക്ക് ജമാഅത്തിന് പള്ളിയിൽ വരാത്ത ആളുകൾ പെരയിൽ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂട്ടി അവരുടെ വീട് കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. തമാശ പറഞ്ഞല്ലത്. ആരായി പറയണത്? റഹ്മത്തുൽ ആലമീനാ പറയണത്. റഹ്മത്തുൽ ആലം. ആണിന് നിസ്കാരം പള്ളിയിൽ വെച്ചാണ്. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ഇമാമ് നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഞാനും ഒരു സംഘം സഹാബികളും തീപ്പന്തമായിട്ട് പോവുകയാണ്, വിറകുമായിട്ട്. എന്തിന്? പള്ളിയിൽ വരാതെ വീട്ടിൽ നിന്ന് ഒരു നിസ്കരിക്കാതിരിക്കല്ല, വീട്ടിൽ നിസ്കരിക്കേണ്ട, കിടന്നുറങ്ങല്ല, വീട്ടിൽ നിസ്കരിക്കുന്നവരാണ്. അവരുടെ വീട് കരിക്കാൻ അവരുള്ളതായിക്കൊണ്ട് അവരോട് കൂടി കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി. എന്നിട്ട് അതിന്റെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുനാഫിക്കിന് ഏറ്റവും പ്രയാസം നമസ്കാരം ഇശയാണെന്ന്, സുബ്ഹിയാണെന്ന് പഠിപ്പിച്ചു. അതിന്റെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ അവർ നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നടക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചന്തി കുത്തി നിരങ്ങിയിട്ടെങ്കിലും, ആലോചിക്കുക പ്രിയമുള്ളവരെ, ചന്തി കുത്തി നിരങ്ങിയിട്ടെങ്കിലും പള്ളിയിലെത്തുമായിരുന്നു. ആ രണ്ട് നിസ്കാരത്തിന്റെ പ്രതിഫലം അറിയുമായിരുന്നെങ്കിൽ. എത്ര ഗൗരവത്തോടെ റസൂലുള്ളാഹി പറഞ്ഞു. എത്ര കൂലി സഹോദരി, പ്രിയമുള്ളവരെ, എത്രയാണ് കൂലി? അപ്പൊ നിസ്കാരം എന്നുള്ളത് ജമാഅത്ത്. അതുകൊണ്ട് സ്ത്രീകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കണം. നമ്മളെ മുതിർന്ന ആൺകുട്ടികളെ നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്കല ഇംറഅതഹു. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയട്ടെ. ഒരു ഭർത്താവിന് അയാൾ എണീറ്റു, അയാൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എണീറ്റു, എന്നിട്ട് തന്റെ ഭാര്യയെ എണീപ്പിക്കുന്നു. പക്ഷെ അവൾ വിസമ്മതിക്കുന്നു, ഉറങ്ങുകയാണ്. അവളുടെ മുഖത്ത് വെള്ളം കുടിഞ്ഞു. അപ്പോൾ ഓൾക്കെന്തായി? അവൾക്ക് ഉൾക്കാഴ്ചയുണ്ടായി. രണ്ടാളും നിസ്കരിക്കുന്നു. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയട്ടെ. അവൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എണീറ്റു, എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു, അയാളെ വിസമ്മതിച്ചു. അയാളുടെ മുഖത്ത് അവൾ വെള്ളം തെളിക്കുന്നു, എന്നിട്ട് രണ്ടുപേരും നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ആണിനെ പെണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട സുബഹി നമസ്കാരമാകട്ടെ, മറ്റുള്ള നമസ്കാരങ്ങളാകട്ടെ, അത് വെള്ളം കൊടുഞ്ഞിട്ടെങ്കിലും എങ്ങനെയെങ്കിലും ഭർത്താവിനെ, ആൺകുട്ടികളെ നമ്മൾ പള്ളിയിലേക്ക് എത്തിക്കണം. വാപ്പാര് പള്ളിയിലേക്ക് എത്തുന്നുണ്ട്, ആൺകുട്ടികൾ അവിടെ കിടന്നുറങ്ങാണ്, പറ്റൂല, കുറ്റക്കാരാണ്. ആ വാപ്പ കുറ്റക്കാരനാണ്, ആ ഉമ്മ കുറ്റക്കാരിയാണ്, പറ്റൂല. നിസ്കാരം അത്ര ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 27 ഇരട്ടി കൂലിയാണ്, 25 ഇരട്ടി കൂലിയാണെന്ന് പറഞ്ഞു. ഒന്നെടുത്ത് പള്ളിയിൽ പോയുള്ള കൂലി നമ്മൾ പഠിപ്പിച്ചു. ഓരോ കാല് വെക്കുന്നതിനും അവന്റെ പാപങ്ങൾ പൊറുക്കുന്നു, അവന്റെ ദറജ കൂടുന്നു. വീട്ടിൽ നിന്ന് ഒന്നെടുത്ത് നമ്മൾ പറഞ്ഞു, ഹൗള് പള്ളിയിലുള്ള ടാപ്പ് നമുക്ക് ഒതെടുക്കാനുള്ളതല്ല, ഒന്ന് മുറിഞ്ഞാൽ ഒതെടുക്കാനുള്ളതാണ്, യാത്രക്കാർക്കുള്ളതാണ്, പള്ളിയിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒതെടുത്ത് വരണം. അത്രക്ക് കൂലിയാണ് ഒതെടുത്ത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കുള്ള കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങൾ ഏറെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച പോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ നിസ്കാരത്തിൻ്റെ താക്കോൽ ഒളു ആണ്. നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഒളു. ഈ ഒളു റെഡിയാകണം. ഒളു റെഡി ആയില്ലെങ്കിൽ നിസ്കാരം റെഡിയാവില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ ഒളെടുക്കണ കണ്ടാൽ, മുതിർന്ന ആളുകളടക്കം കാല് കഴുകണ സമയത്ത് മുൻകാലിലേക്ക് വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ടാപ്പ് തിരിച്ചിട്ട് മുൻകാല് കാണിച്ചു കൊടുക്കും. കാലെന്തിനാ? വെള്ളം നനക്കാനുള്ളതാണോ?
മുൻകാല് മാത്രം നനയ്ക്കാനുള്ളതാണോ? കാല് കഴുകാനുള്ളതാണ്, ഉരച്ച് കഴുകാനുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഒളുടുത്ത് വരുന്നത് കണ്ടു. ഒരു മനുഷ്യൻ ഒളുടുത്ത് നിസ്കരിക്കാൻ വരികയാണ്. റസൂൽ എന്താ പറഞ്ഞു? വൈലുലിൽ ആഖാബി മിനന്നാർ, മടമ്പങ്കാലുകൾ നരകത്തിലാണ്, അതിന് നാശം. മടമ്പുകാലുകൾക്ക് നാശം, അത് നരകത്തിലാണ്. എന്താ പറയുന്നതിൻ്റെ അർത്ഥം? അയാളുടെ കാല്, മടമ്പിന്റെ ഭാഗം, പിൻകാല് ഒരു നാണയത്തിന്റെ വലിപ്പത്തിൽ നനഞ്ഞിട്ടില്ല, വെള്ളം തട്ടിയിട്ടില്ല. പലപ്പോഴും കൈ ഇങ്ങോട്ട് കയറ്റും, എന്നിട്ട് ഇവിടത്തെ കഴുകുള്ളൂ, പോരാ, മുട്ടുൾപ്പെടെ, ശരിക്കും മുട്ടുൾപ്പെടെ കഴുകണം, ഉരച്ച് കഴുകണം. ഒളുവിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴുകാനുള്ളതാണ്, തല മാത്രമേ തടവലുള്ളൂ, ബാക്കിയൊക്കെ കഴുകാനുള്ളതാണ്. വെള്ളം ഇങ്ങനെ ആക്കിയാൽ പോരാ. അപ്പോൾ ഒളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒളു എടുത്തു, ഏത് നിലക്കാണ്? ആ ഒളുവിന്റെ പൂർണ്ണത റസൂലുള്ള പറഞ്ഞു. എന്താണ്? ഇദാ തവല്ലൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒളു എടുക്കാണ്. ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതിയത്തിൻ നദറ ഇലൈഹാ ബിഐനിഹി മൽമാ. ഒരു മനുഷ്യൻ ഒളു എടുക്കുന്ന സമയത്ത് അവന്റെ മുഖം കഴുകുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ, പാപങ്ങളുണ്ടോ, ആ വെള്ളം ഒലിച്ചു പോകുന്നതിന്റെ കൂടെ തന്നെ അവന്റെ ആ പാപങ്ങൾ ഒലിച്ചു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി കണ്ണുകൊണ്ട് ഹറാം ഏതാണ്ട് ഒന്നെടുത്താണ്ട് ഒലിച്ചു പോകുമെന്ന് വിചാരിക്കാനല്ല പോയി പറഞ്ഞത്. കണ്ണുകൊണ്ട് കണ്ട ഹറാമുകളൊക്കെ അതിലൂടെ ഒലിച്ചു പോകും. കൈ കൊണ്ട് ചെയ്തിട്ടുള്ള ഹറാമുകളൊക്കെ കൈ കഴുകുന്നതോടുകൂടി പോകും. കാല് കണ്ട് ഏതെങ്കിലും ഹറാമുകളിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിലൂടെ കാല് കഴുകുന്നതോട് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അത് പരിപൂർണമായ ഒളുവാണ്. കൃത്യമായി നമ്മൾ ഒളു എടുക്കണം. ലാ യതവല്ലഉ റജുലുൻ മുസ്ലിമുൻ ഫയഹ്സനുൽ വളുഹ ഫയുസല്ലി സ്വലാത്തൻ ഇല്ലാ ഗഫറല്ലാഹു ലഹു മാ ബൈനഹു വബൈന സ്വലാത്തി ലത്തി തലീഹാ. ഒരു മനുഷ്യൻ പരിപൂർണമായ ഒളു എടുത്തു, കൃത്യമായ ഒളു, അതിന്റെ സുന്നത്തും ഫർളും റുക്നുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഒളു എടുത്തു. എന്നിട്ട് അവർ 2 റക്അത്ത് നമസ്കരിക്കുന്നു. ഫയഹ്സനുൽ വളുഹ, നന്നായി ഒളു എടുത്ത് അവൻ നമസ്കരിക്കുന്നു. അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. കഴിഞ്ഞൊരു നമസ്കാരം മുതൽ ഈ നമസ്കാരം വരെ അവൻ എത്ര പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു. അപ്പോൾ അത്ര ശ്രേഷ്ഠത ഒളുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ ഒളു വേണം. എന്തിനാ ഒളു എടുക്കുന്നത്? ശുദ്ധമാകാൻ. എത്ര തരം അശുദ്ധിയുണ്ട് പറഞ്ഞോട്ടെ? എത്ര തരം അശുദ്ധിയുണ്ട്? വലിയ അശുദ്ധിയുണ്ട്, ചെറിയ അശുദ്ധിയുണ്ട്. അത് മാത്രമാണുള്ളത്. നമ്മൾ സാധാരണ നിസ്കരിക്കാൻ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിലും അപ്പുറം പണ്ഡിതന്മാർ ശുദ്ധി കൈകാര്യം ചെയ്തപ്പോൾ പഠിപ്പിച്ച സമയത്ത് ഒന്ന് ശരീരത്തിൻ്റെ ശുദ്ധി പറഞ്ഞു. ശരീരത്തിൻ്റെ ശുദ്ധി പറഞ്ഞു. ഈ ശരീരത്തിനാണ് വലിയ അശുദ്ധിയും ചെറിയ ശുദ്ധിയും ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നാൽ മാനവീയായ ശുദ്ധിയുണ്ട്. മാനവീയായ ശുദ്ധിയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുശ്രിക്കൂന നജസുൻ. എന്താർത്ഥം? മുശ്രിക്കീങ്ങൾ നജസാണ്. മുശ്രിക്കുകൾ, കുഫാറുകൾ നജസാണ്. അപ്പം എന്താ, ഒരു കാഫിറിനെ തൊട്ടാൽ, ഒരു അമുസ്ലിമിനെ തൊട്ടാൽ കൈ കാണുന്ന അല്ല, അവൻ ഷിർക്ക് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം മാനവിയായിട്ടുള്ള നജസുണ്ട്. മാനവിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഹിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ പൂർണ്ണമാകണം. മനസ്സിലായില്ല? ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജനാബത്തുകാരനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അവൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അദ്ദേഹം അവിടുന്ന് മുങ്ങി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മറ്റൊരു ഹദീസിൽ കാണാൻ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയൊക്കെ കൊടുത്തു, സലാമൊക്കെ പറഞ്ഞു. പിന്നെ നബിൻ്റെ അടുന്ന് അദ്ദേഹം എല്ലാം അവിടുന്ന് മുങ്ങിപ്പോയി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ എന്താണ് അബൂ ഹുറൈറ, പിന്നെ നിന്നെ കണ്ടില്ലല്ലോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ജനാബത്തുകാരനായിരുന്നു, അതുകൊണ്ട് ഞാൻ അശുദ്ധിയായിരുന്നു, അതുകൊണ്ട് നിങ്ങളിടുന്ന് ഞാൻ പോയതാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അൽ മുസ്ലിമു ലാ യൻജുസു. മുസ്ലിം നജസാവുകയില്ല. മുസ്ലിം നജസില്ല. അപ്പോൾ മുസ്ലിം നജസില്ലേ? ഉണ്ട്. വലിയ അശുദ്ധി നജസാണ്, ചെറിയ അശുദ്ധി നജസാണ്. പിന്നെ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? കാഫിറിന്റെ അഥവാ മുസ്ലിം ഏത് സമയത്തും ശുദ്ധവാനാണ്. കാരണം തൗഹീദുള്ളവനാണ്. അപ്പോൾ ഷിർക്കിൻ്റെയും അതേപോലെ തന്നെ കുഫറിൻ്റെയും നജസിൽ നിന്ന് നമ്മൾ മുക്തമാക്കണം. എന്നാലേ പിന്നെ നിസ്കാരം തന്നെ ഉള്ളൂ, വേറെ കാര്യം ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ നമ്മൾക്ക് ശരിക്കും ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. ജനാബത്തുകാരനായിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈദു നിഫാസൊക്കെ ഉള്ള പെണ്ണുങ്ങളാണെങ്കിൽ അതെന്താണ്? അത് വലിയ അശുദ്ധിയാണ്. അല്ലെങ്കിൽ ഒളു മുറിഞ്ഞിട്ട് അല്ലാത്ത രീതിയിൽ ഒളു മുറിഞ്ഞതാണെങ്കിൽ ചെറിയ അശുദ്ധിയാണ് എന്ന് നമുക്കറിയാം. ശരി, ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഒളു
ഒളുവിൻ്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കൂ. കാണുന്നുണ്ടല്ലേ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായും ഒളു ചെയ്യുകയും പിന്നീട് അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യാത്തിടത്തോളം കാലം ഒരാളുടെ നമസ്കാരം പൂർണ്ണമാവുകയില്ല. അഥവാ ഒളു വേണം, തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പൂർണ്ണമായി കടക്കണം. ചില ആൾക്കാരുണ്ട്, ഇമാം റുക്കൂലായിരിക്കും, നേരെ വന്ന് റുക്കൂലേക്കാണ്ട് വരിക. അല്ലെങ്കിൽ ഒരു പേരിന് തക്ബീറത്തുൽ ഇഹ്റാം ശരിക്ക് ചൊല്ലിയിട്ടൊന്നുമില്ല, തക്ബീറത്തുൽ ഇഹ്റാം ശരിക്ക് ചൊല്ലിയിട്ടില്ല, അല്ലെങ്കിൽ തക്ബീർ കെട്ടിയിട്ടില്ല, ചൊല്ലിയിട്ടില്ല, നേരെ റുക്കൂയിലേക്കാണ് അയാൾ വന്നിട്ടുള്ളത്. റക്കാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കരഞ്ഞ് ചെന്ന് അത് പറ്റൂല. ശരിക്ക് ഒളു എടുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് റുക്കൂയിലേക്ക് പോകണം. അങ്ങനെ ഇല്ലാത്തവനും ഒളു കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് ഏത് കർമ്മവും സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം അല്ലേ? നിയ്യത്ത് വേണം. ശരി, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ വ ഇംറഅതിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹജറ ഇലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് ഏറ്റവും എല്ലാ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. എല്ലാ അമലും നിയ്യത്തനുസരിച്ചാണ്. ഓൻ്റെ നിയ്യത്ത് എന്താ? ഒരു 10 രൂപ ഒരു സാധുവിന് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിരിവാരം വന്നുമ്പോൾ, ഒരു പള്ളി കമ്മിറ്റിക്കാരൻ അവിടെ നിന്നപ്പോൾ ഈ വാതിലൂടെ പോകാൻ വിചാരിച്ചാണ്. അപ്പോൾ ഓല കൂടെ വന്ന മറ്റേ ആളുണ്ട് അവിടെ ഈ വാതിലിൽ. പള്ളിയിൽ നിന്ന് കഴിച്ചാൻ വേണ്ടി മറ്റേ വാതിലൂടെ പോയപ്പോൾ അവിടുന്ന് നേരെ സിംഹത്തിൻ്റെ മടിയിക്കാ ചെന്ന് പെട്ടതെന്ന് പറഞ്ഞാൽ കുടുങ്ങി. അപ്പം ഇനിയിപ്പോൾ എന്ത് കൊടുക്കാക്കാൻ പറ്റൂല, ഒരു 100 രൂപ എടുത്തു. അവിടെ നിയ്യത്തുണ്ട്. എന്താ നിയ്യത്ത്? എന്താ നിയ്യത്ത്? അള്ളാഹിൻ്റെ നിന്ന് രക്ഷപ്പെടലാണ് നിയ്യത്ത്. അള്ളാഹിൻ്റെ നിന്ന് കൂലിയിട്ടാണ് നിയ്യത്ത് അല്ല, ഇയാളുടെ നിന്ന് തൽക്കാലം കഴിച്ചലായി പോകലാണ്, അല്ലെങ്കിൽ അയാൾ ഇനി എന്താ വിചാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു കൂലി തരണം എന്നുള്ള നിയ്യത്തുണ്ട്. ഏത് ഇബാദത്തിനും അങ്ങനെ തന്നെ. ഏത് ഇബാദത്തിനും പ്രിയമുള്ള സഹോദരികൾ, നിങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പെടാപാടുപെടുന്ന ആൾക്കാരാണ്. നിങ്ങൾ നിങ്ങളുടെ നിർബന്ധ കർമ്മങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിശ്വാസവും അതേപോലെ തന്നെ നിർബന്ധ കർമ്മങ്ങളും നിങ്ങളുടെ വീട്ടിലെടുക്കുന്ന പണികളും മാത്രം മതി നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാൻ. അത്രയധികം പണിയെടുക്കണം. അതൊക്കെ എന്താണ്? നിയ്യത്ത് ഉണ്ടാക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, ഭർത്താവിന് മക്കൾക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എത്ര കൂലിയുള്ള കാര്യമാണ്, എത്ര കൂലിയുള്ള കാര്യമാണ്. അതൊക്കെ നിയ്യത്താക്കണം. നമ്മൾ രാവിലെ അധ്വാനിക്കാൻ പോകുന്നത്, നമ്മൾ അധ്വാനിക്കാൻ പോകുന്നു, ഒരു കാഫിറായ മനുഷ്യനും അധ്വാനിക്കാൻ പോകുന്നു ഇല്ലേ? ഈ കാഫിറായ മനുഷ്യൻ്റെ ഉദ്ദേശം എന്താ? ഓൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുക്കണം എന്നാണ്. ഓൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊണ്ടേ കൊടുക്കണം. മുഅ്മിനും കാഫിറും തമ്മിലുള്ള എന്താ വ്യത്യാസം? നേരെ മറിച്ച് നമുക്കത് കൂലിയാക്കാൻ പറ്റും. അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനൊരു ഇബാദത്തിനാണ് പോകുന്നത് നിയ്യത്താക്കിയല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം 365 ദിവസം നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മളതിൽ ടെൻഷൻ അനുഭവിക്കുന്നത് നമുക്ക് കൂലിയാണ്. 101% ഉറപ്പാണ്, കട്ടായമാണ്. നാളെ നമുക്ക് പറയാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള കൊടുക്കുന്ന പോലും നിനക്ക് കൂലിയുണ്ട്. പക്ഷെ ആ കൂലി നമുക്ക് കിട്ടുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഭാര്യക്ക് ചോറ് വാരി കൊടുക്കണം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അതാണ് അതിൻ്റെ അർത്ഥം. നിന്റെ ഭാര്യയുടെ വായയിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുളക്ക് പോലും കൂലി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, മാതാപിതാക്കളെ തീറ്റിപ്പിക്കുന്നത്, മാതാപിതാക്കൾ മക്കളെ ഭക്ഷണം കൊടുക്കുന്നത്, പാർപ്പിടം കൊടുക്കുന്നത്, സൗകര്യം കൊടുക്കുന്നത് ഒക്കെ കൂലിയുള്ള കാര്യം. പക്ഷെ എന്താക്കണം? നിയ്യത്ത് ഉണ്ടാക്കണം. നിയ്യത്ത് ക്ലിയറാണ്. അപ്പോൾ നിയ്യത്ത് ക്ലിയർ ആണ്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ നിസ്കാരത്തിൽ ഏത് നിയ്യത്തും ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. നിയ്യത്ത് ചൊല്ലി പറയാനുള്ളതാ? നിയ്യത്ത് ചൊല്ലി പറയാനുള്ളതാണോ? ഇപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല ആളുകളും ഉസല്ലി 4 റക്അത്ത് ലില്ലാഹി തആല, അതേപോലെ തന്നെ നോമ്പിന്റെ സമയത്ത് എന്താണ് നവൈതു സൗമഗദിൻ അന്നദായി ഫറദ റമദാനി ലില്ലാഹി തആല, എന്നിട്ട് പിന്നെ അള്ളാഹ്ക്ക് അറബി അറിയാത്തതുകൊണ്ട് പിന്നെ മലയാളത്തിൽ വേറെ പറഞ്ഞു കൊടുക്കും. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ളതാണ്. മനസ്സാണ് അതിൻ്റെ കേന്ദ്രം. അത് ചൊല്ലിപ്പറയേണ്ട ഒരാവശ്യമില്ല. ഒരു ഇബാദത്തിനും ചൊല്ലിപ്പറയേണ്ട ആവശ്യമില്ല. നേരെ അത് ചെയ്താൽ മതി. അപ്പോൾ ഉംറക്കും ഹജ്ജിനും നമ്മൾ ഉറക്കനെ പറയണം. അത് നിയ്യത്തല്ല, അതതിൻ്റെ പ്രഖ്യാപനമാണ്. എന്താണ്? അത് പ്രഖ്യാപനമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അതതിൻ്റെ പ്രഖ്യാപനമാണ്. അപ്പോൾ എല്ലാം മനസ്സിലുണ്ടാകുക. നിയ്യത്ത് മനസ്സിലുണ്ടാകുക. നിയ്യത്തില്ലേ ക്ലിയർ ആവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരി, പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് പ്രിയമുള്ളവരെ. എന്ത്?
ഒളുവിന് മുമ്പ് പല്ല് വെക്കുക എന്നുള്ളത്. ഈ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടാറുണ്ടോ? വെറുതെ വായിലൊരു കൈ ഇടുക എന്നുള്ളതല്ല. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ്, അതാണ് ഈ അറാക്ക് കൊണ്ടെടുക്കുന്നത്. ഉണ്ടെങ്കിൽ നല്ലതാണ്, ബ്രഷ് കൊണ്ടെടുക്കണം നല്ലതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗല അൻ അശുക്ക അല ഉമ്മത്തി അമർത്തുഹും ബിസ്സിവാക് മാ കുല്ലി വുളൂഇൻ ഇൻദ കുല്ലി സലാത്തിൻ. എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ ഞാൻ എല്ലാ ഒളുവിൻ്റെ കൂടെയും നിസ്കാരത്തിൻ്റെ കൂടെയും പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ബ്രഷ് എടുത്ത് പല്ല് വെച്ച് കൊണ്ടെടുക്കുക, അത് വൃത്തിയായി സൂക്ഷിക്കുക. അത് കുറച്ച് ഇടങ്ങാറുള്ള ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ ഒളുവെടുക്കുന്ന തിരക്കുള്ള സ്ഥലത്താണെങ്കിൽ അത് ഇടങ്ങാറുള്ള സംഗതിയാണ്. അത് ഇടങ്ങാറില്ലെങ്കിൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അപ്പം നിർബന്ധമായൊരു സംഗതി അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിർബന്ധമാക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂലി എത്ര? നല്ല കൂലിയുള്ള സംഗതിയാണ്. ദന്തശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അങ്ങേയറ്റം പ്രാധാന്യം പഠിപ്പിച്ചു. പേസ്റ്റ് എടുത്ത് തന്നെ ഒതുക്കാൻ പറ്റുന്നുണ്ട്, പല്ലേക്കാൻ പറ്റുക. ചില ആൾക്കാരുണ്ട് ഉച്ചയ്ക്ക് ശേഷം, നോമ്പിൻ്റെ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അസറിന് ശേഷം പേസ്റ്റ് എടുത്ത് പല്ലേക്കാൻ പാടില്ല. ആരെ പഠിപ്പിച്ച്? അപ്പോൾ ദന്തശുദ്ധീകരണം, നമ്മുടെ വായ മണക്കാതിരിക്കുക, നാറ്റിക്കാതിരിക്കുക, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പല്ല് നന്നായി തേക്കുക. അപ്പോൾ ഒളുവിൻ്റെ ഒന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണ്ട, ബിസ്മില്ല. ചില പണ്ഡിതന്മാർ ഒരു നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു, ചില ആൾക്കാർ സുന്നത്താണെന്ന് പഠിപ്പിച്ചു. മദ്ഹബിൻ്റെ ഇതിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഖ്ഹാണ്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഫിഖ് ആകുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവില്ലേ? അത് ദീനിൻ്റെ മോശമാണോ? അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരമാണ് പഠിപ്പിച്ച റസൂലുള്ള പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇത് റുക്നാണ്, ഇത് ഫർളാണ്, ഇത് സുന്നത്താണെന്ന് പഠിപ്പിച്ചു തന്നോ? ഉണ്ടോ? ഇല്ല. അത് മൊത്തം പഠിപ്പിച്ച വലിയ പണ്ഡിതന്മാർ, പർവ്വത സമാനരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിൽ നിന്നും അതിൻ്റെ സ്ട്രെസ്സിൽ നിന്നും അത് തെറ്റിയപ്പോൾ റസൂൽ ചീത്ത പറഞ്ഞു, ചൂടായി, അതിൻ്റെ ഗൗരവം പറഞ്ഞു. കാലുമ വെള്ളം തട്ടാതെ റസൂൽ പറഞ്ഞു ഇത് നരകത്തിലാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി ഓൾക്ക് മനസ്സിലായി എന്ത്? ഇത് റുക്കനാണ്, ഇതില്ലെങ്കിൽ പൊളിഞ്ഞു, ഇത് വാജിബാണ്, ഇതില്ലെങ്കിൽ പ്രശ്നമാണ്, ഇത് സുന്നത്താണ്. ചിലപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട്, അവർക്ക് മനസ്സിലാവും. അങ്ങനെ പോലെ ചെയ്ത് അപ്പോൾ ചില വിഭാഗം പണ്ഡിതന്മാർക്ക് അതെന്താവും? സുന്നത്താന്ന് മനസ്സിലാക്കും. ചിലവരത് വാജിബാന്ന് മനസ്സിലാക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഫിഖ്ഹാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഷാഫി മദ്ഹബിൽ ഒരു കൗലുണ്ടാവും, ഹംബലി മദ്ഹബിൽ ഒരു കൗലുണ്ടാവും. അത് മോശമല്ല. മദ്ഹബ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുള്ളതല്ല. മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ പോലെ ആരും മദ്ഹബ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അവരൊക്കെ ഫുഖഹാക്കളാണ്, വലിയ പണ്ഡിതന്മാർ, അഗ്രേഷന്മാരായ പണ്ഡിതന്മാരാണ്. അവർ ദീന് പഠിപ്പിച്ചു നമുക്ക്. അപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സാധാരണ ആൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിലുണ്ടാവും. ഫിഖിയായ മസലകൾ അങ്ങനെയാണ്. അപ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ ചെയ്യണത്? ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നോക്കൂ, പിന്നെ ഒന്ന് ഇവിടെ പറഞ്ഞ നീയത്ത് തന്നെയാണ്. നീയത്ത് ശരി, നമ്മൾ ആലോചിച്ചൊക്കെ നമുക്ക് പിന്നെ നീയത്ത് നമുക്കുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും പല്ല് തേക്കുന്നുണ്ടോ? ശരി, പല്ല് തേക്കുന്നതിൻ്റെ ഹദീസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ബിസ്മില്ല എന്ന് പറയാം. ബിസ്മില്ല എന്ന് പറയാം. സുന്നത്തായി പഠിപ്പിച്ചു. ചില പണ്ഡിതന്മാർ ഫർളായിട്ട് തന്നെ പഠിപ്പിച്ചു. ഇനി മുൻകൈ രണ്ടും കഴുകണം 3 പ്രാവശ്യം. മുൻകൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അത് ശരിക്കും എന്താക്കണം? ശരിക്കും ചിക്കറുത്ത് തന്നെ കഴുകണം. കൈയിൻ്റെ വിരൽ വെറുതെ അങ്ങനെ ആക്കിയാൽ പോരാ, ചിക്കറുത്ത് കഴുകണം. കഴുകുകയാണ്, വെള്ളാക്കുക എന്നുള്ളതല്ലേ, കഴുകുക. ശരിക്കും കഴുകുക എന്നുള്ളതാണ്. പിന്നെന്താണ്? മുൻകൈ കഴിഞ്ഞതിന് ശേഷം നോക്കൂ, മൽമലത്താണ്, അഥവാ വായിൽ വെള്ളം ശരിക്ക് കൊപ്പിച്ച് തുപ്പുക എന്നുള്ളതാണ്. വായിൽ വെള്ളം കൊപ്പിച്ച് തുപ്പുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ സംഗതിയാണ് എന്ത്? മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ഒഴിവാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂ പഠിപ്പിച്ച സഹാബി പറയാണ്, കാണിച്ചു തന്ന സഹാബി പറയണത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തൻഷക വസ്തൻഷറ, മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടി. എങ്ങനെയാണ് കയറ്റണത്? നബി കരീം സല്ലല്ലാഹു അലൈഹി പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ കൊപ്പിളിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്ന സമയത്ത് തന്നെ ആ വെള്ളം തന്നെ മൂക്കിലേക്ക് കയറ്റി ഇടത്തെ കൈ കൊണ്ടാണ്. മൂക്ക് ചീറ്റേണ്ടത് ഏത് കൈ കൊണ്ടാണ്? എടുത്ത്. കുട്ടികളെ മൂക്ക് ചീന്തി കൊടുക്കേണ്ടത്, ചെറിയ മക്കളെ മൂക്ക് ചീന്തി കൊടുക്കൂലേ, ഇടത്തെ കൈ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? വായിൽ വെള്ളം കയറ്റി ചീറ്റണം. അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, നന്നായി കൊപ്പിളിക്കണം. ശരി, ഇനി എന്താണ് ചെയ്യേണ്ടത്? മുഖം കഴുകണം. മുഖം കഴുകണം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിൽ ഒളുവിനെ പറ്റി പറഞ്ഞ ആയത്തുണ്ടോ? സൂറത്തുൽ മാഇദയിലെ
സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ കുൻതും ഇലസ്സലാത്തി, വിശ്വാസികളെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ, ഫഗ്സിലു ഉജൂഹക്കും, എന്ത് ചെയ്യണം, നിങ്ങൾ മുഖം കഴുകണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടുന്ന പഠിപ്പിച്ചിട്ടുള്ളൂ? എവിടുന്ന പഠിപ്പിച്ചത്? മുഖം കഴുകൽ മുതലാണ്. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. കാരണം ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്, ഖുർആന്റെ വിശദീകരണമാണ് ഹദീസ്. അപ്പോ ഇവിടെ പറഞ്ഞത്, ആയത്തിൽ പറഞ്ഞത് ഫഗ്സിലു ഉജൂഹക്കും, മുഖം കഴുകണം, വ ഐദിയക്കും ഇലൽ മറാഫിക്ക്, മുട്ടുൾപ്പെടെ എന്ത് കഴിക്കണം, മുട്ടുൾപ്പെടെ മുത്തിൽ കഴിക്കണം, വംസഹു ബിറഊസിക്കും, തല തടവണം, വ അർജുലക്കും ഇലൽ കഅബൈനി, നെരിയാൻ ഉൾപ്പെടെ കാലും കഴുകണം. എന്തൊക്കെ പറഞ്ഞു? മുഖം കഴുകുക, പിന്നെ കൈ മുട്ടുൾപ്പെടെ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാല്, അല്ലേ? ഇത്രയും കാര്യമല്ലേ പറഞ്ഞേ? ഫഗ്സിലു ഉജൂഹക്കും വൈദിയക്കും ഇൽ മറാഫിക്കും വംസോ ബിറൂസിക്കും, ഈ 4 കാര്യങ്ങൾ. അപ്പോൾ പണ്ഡിതന്മാരെ പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ ഇതാണ് റുക്ന്. റുക്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇപ്പോൾ ഒരാൾ നേരത്തെ പോയിട്ട് കൊപ്പിച്ചില്ല, അതേപോലെ തന്നെ മുൻകൈയൊന്നും കഴുകിയില്ല, ഒരാൾ നേരെ മുഖം കഴുകി, അതേപോലെ തന്നെ പിന്നെ മുട്ടുൾപ്പെടെ കഴുകി, തല തടവി, കാല് കഴുകി, ഒന്ന് ശരിയാവോ? ഒന്ന് പൂർണ്ണമായി. കാരണം അതിൻ്റെ ഏറ്റവും കിട്ടേണ്ട സാധനങ്ങളായിട്ടുണ്ട്. ഇത് പരിപൂർണതയാണ്. ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത് മുഖം കഴുകുന്നതിൽ പെട്ടു, എന്ത് ഈ കൊപ്പിക്കലും അതേപോലെ തന്നെയുള്ള സംഗതികളൊക്കെ മുഖം കഴുകുന്നതിൽ പെട്ടു എന്ന് പറഞ്ഞു. ഷാഫി മദ്ഹബിൽ അങ്ങനെയല്ല, ഓൾക്ക് ഈ പറഞ്ഞു തന്നെ ചെയ്താൽ മതി. ഷാഫി മദ്ഹബിൽ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ ഈ 4 ചെയ്താൽ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ടതായി. ഒതു ബാത്തിലാണ്, പ്രശ്നമില്ല. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ബാത്തിലാണ്, പ്രശ്നമില്ല. ഇവിടെ നോക്കുങ്ങൾ, പിന്നെ ഞാനിത് എല്ലാ ചർച്ചയും കൂടി നമുക്ക് പോകാൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ ഷാഫി മദ്ഹബിനെ സംബന്ധിച്ച് വസ്ലുൽ വജ്ഹ്, മുഖം കഴുകുക, മുട്ടുൾപ്പെടെ കഴുകുക, അതേപോലെ തന്നെ തല തടവുക, അതേപോലെ തന്നെ കാല് നെരിയാണി ഉൾപ്പെടെ കഴുകുക. കാണില്ല എൻ്റെ ഇതാ ഈ സംഗതി മുകളിലുള്ളത്. പിന്നെ എന്താ അഞ്ചാമത്തെ എന്താ വായിക്കുക? തെർത്തീബ് എന്ന്. എന്ത് തെർത്തീബ്? ക്രമപ്രകാരം ചെയ്യുക. അള്ളാഹു ഒരു തെർത്തീബിലല്ലേ പറഞ്ഞത്. അപ്പൊ ഷാഫി മദ്ഹബിലെ വുളൂഇന്റെ ഫർളുകൾ ഏതൊക്കെ? ഈ 5 ഉള്ളൂ. ഒലുവിൻ്റെ ഫർള് ഇത് ചെയ്താൽ ഒലു പൂർണ്ണമായി, ഒലുവായി. ക്ലിയർ ആണോ? ശരി. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ സാധനം? ഓർഡറിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഹംബലി മദ്ഹബിൽ എന്താ? നമുക്ക് എല്ലാം ഇങ്ങനെ പറയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് പറയാൻ വേണ്ടി. ഇനി ഹംബലി മദ്ഹബിൽ എന്ത് പറഞ്ഞു? അള്ളാഹു പറഞ്ഞത് മുഖം കഴുകാനാണല്ലോ ഖുറാനിൽ പറഞ്ഞത്, അല്ലേ? ഷാഫി മദ്ഹബ് നേരെ മുഖം കഴുകി തുടങ്ങിയാൽ മതി പറഞ്ഞു. ഹംബലി മദ്ഹബിൽ മുഖം കഴുകിയാൽ മതി, പക്ഷെ വായിൽ വെള്ളം കൊപ്പിക്കല്, മൂക്കിൽ വെള്ളം കയറ്റിൽ ചീറ്റിലൊക്കെ എന്തിൽ പെട്ടു? അപ്പം മുഖം കഴുകുന്നതിന് വിശാലമായിട്ടാണ് ഓലെടുത്തത് ഹംബലിയിലെ പണ്ഡിതന്മാർ. റസൂലുള്ളാഹിന്റെ ഹദീസും കൂടി വെച്ചിട്ടാണ് ഓലെടുത്തത്. റസൂലുള്ളാഹി എപ്പോൾ മുഖം കഴുകിയപ്പോൾ ഇങ്ങനെ ചെയ്താണ്, മുഖം കഴുകിയതിന് മുമ്പ് ഇത് ചെയ്തതാണ്. അപ്പം മുഖം കഴുകിയിൽ അതും കൂടി പെട്ടു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകുക, തല മുഴുവൻ തടവുക. തല ഇങ്ങനെ ഇടയാൻ മതിയാ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും മുഴുവൻ തടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ 2 കാലുകളും നെരിയാണി ഉൾപ്പെടെ കഴുകുക. പിന്നെ തെർത്തീബ് വേണം. തെർത്തീബ് എന്താ? തെർത്തീബ് തുടരെ ചെയ്യുക. പിന്നെ മുവാലാത്ത് വേണം. എന്താ മുവാലാത്ത്? ഒരാൾ കൈ ഇങ്ങനെ കഴുകി, മുഖം കഴുകിൻ്റെ ശേഷം അതിൻ്റെ ഇടയിൽ ഫോൺ വന്ന് മൂപ്പര് ഫോണൊക്കെ എടുത്ത് അരമണിക്കൂർ സംസാരിച്ച്, എന്നിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ എവിടെ അവസാനിപ്പിച്ചത്? മുഖം കഴുകിയിട്ടല്ല അവസാനിപ്പിച്ചത്. അപ്പോൾ ഫോൺ വന്ന് പിന്നെ ഇനി ബാക്കി ഇവിടുന്ന് കൈയല്ലേ കൈകാളിൽ മുട്ടുൾപ്പെടെ. അങ്ങനെ പറ്റുമോ? പറ്റൂല. തുടരെ തന്നെ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പൈപ്പിൽ, ഇവിടെ ടാപ്പിൽ നമ്മൾ ഒന്നെടുക്കുന്ന സമയത്ത്, ഇവിടെ കഴുകണ സമയത്ത് അവിടെ വെള്ളം കഴിഞ്ഞു, അപ്പോൾ അടുത്ത ടാപ്പ് നമുക്ക് പോയി. പ്രശ്നമുണ്ടോ? മുവാലാത്ത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പെട്ടു. അത് പിന്നെ അത് ഇതിൽ എന്താണ്? തല തടവിൽ ചെവി അമ്പലിയും അത് ഇവിടെ പറഞ്ഞല്ലോ. അതെ, അത് പെട്ടു എന്നർത്ഥം.
ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരെ പരിപൂർണമായി പഠിപ്പിച്ച ഒളു നമ്മളെടുത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. മദ്ഹബിന്റെ ചർച്ചകളിലേക്ക് നമ്മൾ പോകണം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാൻ വേണ്ടി കാണിച്ചു തന്നെ. ശരി, നോക്കൂ. പിന്നെന്താണ്? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, മുഖം മുഴുവനായി കഴുകുന്നു. മുഖത്തിന്റെ ബൗണ്ടറി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മുഖത്തിന്റെ ബൗണ്ടറി? ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൈകളാണോ? അല്ല, ചെവിൻ്റെ കുന്നി മുതൽ ഈ കുന്നി വരെ, മുടി മുളക്കണ സ്ഥലം മുതൽ പിന്നെ അടിക്ക് വരും പഠിപ്പിച്ചു. താടി ചിക്കറക്കൽ പറഞ്ഞു തന്നു. ശരി, ഇനി നോക്കൂ. 2 കൈകൾ മുട്ട് ഉൾപ്പെടെ കഴുകണം. മുട്ട് ഉൾപ്പെടെ കഴുകുക എന്ന് പറഞ്ഞാൽ മുട്ടയിൽ പെടണം. മുട്ടും ശരിക്കും നനയണം. മുട്ട് വരെയല്ല, മുട്ട് ഉൾപ്പെടെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീട്ടി കഴുകണം. നിങ്ങൾക്ക് പരമാവധി നീട്ടി നിങ്ങൾ കഴുകണം. ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഅജ്ജലീന മിൻ ആസാരിൽ വുളൂഇ ഫമനിസ്തതാ മിൻകും അൻ യുതീല ഖുർറതഹു ഫല്യഫൽ. എൻ്റെ ഉമ്മത്തിൽ നിസ്കരിക്കുന്ന ഒളു എടുക്കുന്ന ആളുകൾ ഒളുവിൻ്റെ അവയവങ്ങൾ തിളങ്ങിക്കൊണ്ട് പ്രകാശിക്കുന്ന രൂപത്തിലാണ് പരലോകത്ത് വരിക. അപ്പോൾ ഒളുടുത്ത ഭാഗം പ്രത്യേകം തിളങ്ങും, പ്രത്യേകം പ്രകാശിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും ഒന്ന് നീട്ടിക്കഴുകാൻ, ഇവിടറ്റം കഴുകിയാൽ മതി. കുറച്ചുകൂടി കഴുകാൻ പറ്റുകയാണെങ്കിലോ കൈക്കുളി. നെരിയാണി വരെ കാല് കഴുകിയാൽ മതി. കുറച്ചുകൂടി കയറ്റി കഴുകാൻ പറ്റുകയാണെങ്കിലോ കൈക്കുളി. അവിടെയൊക്കെ പ്രകാശിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളത് ചെയ്യട്ടെ എന്നാ പറഞ്ഞ്. നിർബന്ധം എത്രയേ ഉള്ളൂ? ഇവിടെ എത്രയേ ഉള്ളൂ. പക്ഷേ ഇതെങ്കിലും ആവണം. ഇത് എത്ര കയറ്റി പറ്റൂല. ഇങ്ങനെ കയറ്റി വെച്ചു. കുപ്പായം നനയെന്നുള്ള പേടിയുണ്ട്. കുപ്പായം നനയാണ് പ്രശ്നം. ഒന്നു ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പറ്റൂല. കുപ്പായം നനഞ്ഞോട്ടല്ലേ, പിന്നെ കുപ്പായം കയറ്റിക്കോ. അത് ശരിക്കും കയറ്റാൻ പറ്റണ കുപ്പായട്ടോ. പറഞ്ഞ മനസ്സിലായിട്ടോ? അപ്പോൾ ഒന്നു ശരിയാവില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ തന്നെ ആവണം എന്നർത്ഥം. ശരി, അപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞേ? 2 കൈകളും മുട്ടുൾപ്പെടെ കഴുകുക, തല മുഴുവൻ. ഇപ്പം ഇതൊക്കെ 3 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തവണ എന്നുള്ളത് എന്താണ്? ഒരു തവണ ചെയ്യുക എന്നുള്ളത് വാജിബാണ്. ഒരു തവണ ചെയ്താൽ മതിയല്ലോ. മുഖം ഒരു തവണ കഴുകിയാൽ മതി, വാജിബ് അത്രേ ഉള്ളൂ. കൈ ഒരു തവണ ചെയ്താൽ മതി. 3 തവണ ചെയ്യൽ എന്താണ് മക്കൾ? പിന്നെ സുഹൃത്തുക്കൾ, എന്താണ് 3 തവണ ചെയ്യൽ? സുന്നത്താണ്. 3 തവണ ചെയ്യൽ സുന്നത്താണ്. 3 തവണ ചെയ്തിട്ടും ശരിയായില്ല എന്ന് വിചാരിച്ച് 4 തവണ ചെയ്യലോ എന്താണ്? ഹറാമാണ്, കുറ്റം കിട്ടും. ഒസ്വാസ് നിൽക്കണ്ട. 4ഉം 5ഉം തവണ കഴുകുക പറ്റൂല. 4ഉം 5ഉം തവണ ചെയ്യാൻ പറ്റൂല, കുറ്റകരമാണ്. ഇപ്പം 3 തവണ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു സമ്മേളനത്തിന് പോയി, നല്ല തിരക്കുള്ള സ്ഥലമാണ്, അവിടെ 3 തവണ നിൽക്കണ്ട. 3 തവണ ചെയ്ത് സുന്നത്തെടുക്കണേക്കാട്ടി കൂലി എന്താക്കാൻ പറ്റും? പെട്ടെന്ന് മറ്റൊരാൾക്ക് ഒഴിവാക്കി കൊടുത്ത കൂലി കിട്ടും. വെള്ളം കുറവ്, അനൗൺസ്മെന്റ് എങ്ങനെയുണ്ട്? വെള്ളം കുറവാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നൊക്കെ അനൗൺസ് വരുന്നുണ്ട്. അവിടെ 1 തവണ നമ്മളെ ഫർളെടുത്താൽ മതി, സുന്നത്തെടുക്കണ്ട അവിടെ. കാരണം നമ്മളെല്ലാവരും കൂടി ഫർളെടുക്കുമ്പോൾ ബാക്കി പിന്നെ ഒരു 250 ആൾക്കാർക്ക് 1000 ആൾക്കാർക്ക് ഓർക്കാൻ വെള്ളമില്ലെങ്കിലോ? അപ്പം അങ്ങനെ ഒരു കോമൺ സെൻസ് നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. ശരി, അപ്പോൾ എല്ലാം 3 തവണ ചെയ്യുകയാണ് സുന്നത്ത്. എന്നാൽ ചെവി തടവുമ്പോഴോ തല തടവുമ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1 പ്രാവശ്യം തടവിയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? റസൂൽ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയെന്നുള്ള നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ശരി, പിന്നെ നെരിയാണി ഉൾപ്പെടെ കാല് കഴുകണം. നമ്മൾ തല തടവൻ ചെയ്യണം, നമ്മൾ പറയാം. നമുക്ക് നെരിയാണി ഉൾപ്പെടെ കാല് കഴുകുക വേണ്ട. എല്ലാം 3 പ്രാവശ്യം കഴുകുക. വലതിനെ മുന്തിക്കുക. ആദ്യം വലത് പിന്നെ ഇടതല്ല നമ്മൾ ചെയ്യണം. ശരി, അതൊന്നും ഇപ്പോൾ നമ്മൾ തെറ്റിക്കാത്ത കാര്യമാണ്. ക്രമം പാലിക്കുക, അത് നമ്മൾ തെറ്റിക്കാത്ത കാര്യമാണ്. തുടർച്ചയായി ചെയ്യുക, അതും തെറ്റിക്കാത്ത കാര്യമാണ്, അല്ലേ? പിന്നെ ഒളുവിൻ്റെ പരിപൂർണതയാണ് എന്ത്? ഒളു പൂർത്തിയായി, എന്നാലും അതിലേറെ ശ്രദ്ധിക്കേണ്ട സംഗതി ഒളു കഴിഞ്ഞതിന് ശേഷം ദുആ ചെയ്യുക എന്നുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും, ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പരിപൂർണമായ ഒളു ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നോക്കൂ നിങ്ങൾ. നമ്മൾ പറഞ്ഞ സംഗതികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കൈകൾ കഴുകി, അത് കഴിഞ്ഞതിന് ശേഷം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി 3 പ്രാവശ്യം ചെയ്യണം. അത് പിന്നെ മുഖം കഴുകുന്നു, പിന്നെ മുട്ടുൾപ്പെടെ നമ്മളെ കൈ കഴുകുന്നു. ഇതൊക്കെ ഇപ്പം നമുക്ക് അറിയുന്ന സംഗതിയാണ്, കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി തല തടവണ റസൂലുള്ളാഹിന്റെ ഹദീസിൽ എങ്ങനെയാണോ ഒന്ന് അതാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കയ്യിലാക്കിയതിൻ്റെ ശേഷം ഇതാ ഈ തണ്ടാം വിരൽ ചെവിയിലിട്ടിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, ശരിക്ക് ഈ മുടിയുടെ ബൗണ്ടറി വെച്ചിട്ട് പിന്നെ ബാഗ് കൊണ്ടുവന്നു. എന്നിട്ട് നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. പിരടി വരെ കൊണ്ടുപോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്നിലേക്കും കൊണ്ടുവന്നു. ഒറ്റ പ്രാവശ്യം, 1 പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അത് 3 പ്രാവശ്യം ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ചെവി തടവാൻ
വേറെ വെള്ളം എടുക്കണോ? എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് റസൂൽ എടുത്തിട്ടില്ല? ചെവി എങ്ങനെ തടവേണ്ടത്? ചെവി നമ്മുടെ ഈ എന്താ അതിന് പറയാ, ചൂണ്ടുവിരൽ ചെവിൻ്റെ ഉള്ളിൽ വെക്കുന്നു. എന്നിട്ട് ഈ തന്നാൻ വിരലുകൊണ്ട് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ തടവണം. ഒന്ന് തടവി വയ്ക്കുകയാണ് എല്ലാവരും. ബാക്ക് കൊണ്ടുപോയത് ഇങ്ങോട്ട് തന്നെ വരണം. ബാക്ക് കൊണ്ടുപോയത് ചെവിൻ്റെ ഉള്ളിൽ തന്നാൻ വിരലിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് ബാക്ക് കൊണ്ടുപോകുന്നു, മുന്നിലേക്ക് വരുന്നു. പിന്നെ ഈ ചൂണ്ടുവിരൽ ചെവിയിലിട്ടിട്ട് നമ്മൾ എന്താക്കുന്നു? ഇത് നമ്മൾ ശ്രദ്ധിച്ചൊന്നിന് ചെയ്ത ആ സുന്നത്ത് നമുക്ക് കിട്ടും. പരിപൂർണതയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മുഴുവൻ തടവി എന്നാണ് ഹദീസിലുള്ളത്. പിന്നെ എവിടെ നിന്നാണ് ഈ ഇത് കിട്ടിയത്? ഇവിടെ മാത്രം ഹൗദിലോ അല്ലെങ്കിൽ ടാപ്പ് വെള്ളം എങ്ങനെ ഒഴുകുന്നുണ്ട്? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തടവലല്ല. ഒരാൾ അങ്ങനെ തടവി നിസ്കരിച്ചു, ശരിയാവില്ല എന്ന് പറയണില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് എന്നർത്ഥം. ഇനി നിങ്ങൾ നോക്കി, ഇവിടെയൊക്കെ കഴുകലാണ് കേട്ടോ പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാം കഴുകലാണ്. കൈ കഴുകണം, മുഖം വരച്ച് കഴുകണം, അതേപോലെ തന്നെ കാല് കഴുകണം. കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്, നോക്കൂ നിങ്ങൾ, കാലിൻ്റെ ഓരോ വിരലുകൾക്കിടയിലും നമ്മൾ ഇടത്തെ കൈ കൊണ്ട് കഴുകണത്. ഇടത്തെ കൈയിൻ്റെ ചെറിയ വിരൽ, ഇനി ഒരാൾക്ക് ചെറിയ വിരൽ കഴിയണമെങ്കിൽ ഏത് വിരലിട്ടാലും വേണ്ടില്ല, ശരിക്ക് ചിക്കറുക്കണം. വിരലിൽ ചിക്കറുത്തിട്ട് എന്താക്കണം? കഴുകണം. എന്നിട്ട് കഴുകണം ശരിക്ക്. മറ്റേന്താ പറയുക, വെള്ളം ഒഴിച്ച് എന്നുള്ളതുകൊണ്ട് എത്തൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുലിൽ അഖാബി മിനന്നാർ. ശരിക്ക് കാല് കയ്യിൽ പിടിക്കണം. കാല് ശരിക്ക് കയ്യിൽ പിടിച്ചിട്ട് 3 പ്രാവശ്യം ശരിയാവണ്ണം കഴുകണം. സഹോദരന്മാർ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ 5ലും 6ലും 7ലും 8ലും 9ലും 10ലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ് ഓത് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ഓത് ശരിയല്ലെങ്കിൽ നിസ്കാരം ശരിയല്ല. നിസ്കാരമില്ലെങ്കിൽ ഓല് കാഫിറുകളാണ്. നമ്മളെ കുട്ടികളായിട്ട് കാര്യമില്ല. ഓലെ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ പിന്നെ ഓലെ പേടിക്കണം. നമുക്ക് ഏത് ദുനിയാവിൻ്റെ മുക്കുമൂലയിൽ കൊണ്ടിട്ടാലും പടച്ചോനെ പേടിച്ച് ജീവിക്കണം ആൾക്കാരെ കാര്യമല്ലേ നിസ്കാരം ക്ലിയർ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെ മക്കളുടെ ഓല് ശരിയാക്കണം, മുഖം ശരിക്കും നനഞ്ഞുകണോ, മുട്ടുൾപ്പെടെ നനഞ്ഞുകണോ എന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കന്നെ വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഇനി ഇതിൽ ഒന്നിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ചോദിച്ചു വെച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറുപടി പറഞ്ഞിട്ട് തുടങ്ങാം. പറഞ്ഞോളൂ. ആ സംശയത്തിനുള്ള നിവാരണം ഇൻഷാ അല്ലാഹ് പറയുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.